ദിനത്തിന് ഇസ്രായേൽ മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്നു. ആദ്യ ഫല പെരുന്നാളിന് രാജാതി രാജാവ് കർത്താതി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. മറക്കരുത്. തുടർന്ന് 50 ദിനം മുന്നോട്ട് എണ്ണിയാട്ടെ. 7 ശബത്. ഒരു ശബത് എന്ന് പറഞ്ഞാൽ 7 ദിനം. സ്തോത്രം. അങ്ങനെ 7 ശബത്. അർത്ഥം 7 ഗുണം 7 49 ദിനങ്ങൾ മുന്നോട്ട് എണ്ണയണം. യേശു കർത്താവിന്റെ ഉയർപ്പാണെങ്കിലും ഇസ്രായേൽ ചെങ്കടൽ കടന്നതാണെങ്കിലും 50 ദിനം സ്തോത്രം മുന്നോട്ടെണ്ണി. ആ 7 ശബത്തിന്റെ പിറ്റേ ദിവസം 50-ാം ദിവസം. നിങ്ങൾക്ക് കണക്കറിയത്തില്ല. 7 ഗുണം 7 സമം 49 അധികം 1. സ്തോത്രം. 7 ഗുണം 7 49 പിറ്റേ ദിവസം 50th ഡേ. 50-ാം ദിനം. മോശെ 50-ാം ദിനം ചെങ്കടൽ കടന്നതിന്റെ 50-ാം ദിനം എന്താ സംഭവിച്ചത്? ചെങ്കടൽ കടന്ന് പുറത്തു വന്നതിന്റെ 50-ാം ദിനം എന്താ സംഭവിച്ചത്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മഹത്വത്തിലായിരിക്കുന്ന മോശ വിക്കാതെ ഇപ്രകാരം പറയും, എന്റെ ബ്രദർ സുരേഷ് ബാബു, ആ 50-ാം ദിനം എനിക്ക് മറക്കാൻ കഴിയാത്ത ദിനമത്രേ. കാരണം ആകാശം ചായ്ച്ച് ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്ന് ഹിമാലയത്തെ ഉറപ്പിച്ച ദൈവം, ആൽപ്സിനെ സൃഷ്ടിച്ച ദൈവം, ഹിരാക്കുഡിനെ ഡിസൈൻ ചെയ്ത ദൈവം, എല്ലാ കുന്നുകളെയും താഴ്വരകളെയും പർവ്വതങ്ങളെയും നിർമ്മിച്ചവനായ ദൈവം സീനായി മലയുടെ കൊടുമുടിയിൽ അവൻ ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? ജനത്തിന് പ്രമാണം നൽകാൻ, ദൈവജനത്തിന് ചട്ടങ്ങളും വിധികളും നൽകാൻ. ഒറ്റ വാക്കിൽ ദൈവജനത്തിന് സ്തോത്രം, അതേ ദൈവത്തിന്റെ വചനം നൽകാൻ ദൈവം സീനായിൽ ഇറങ്ങി. ആ സീനായിൽ ഇറങ്ങുന്ന ആ കാഴ്ച ഭയങ്കരമത്രേ. മോശ പോലും പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടു പോയി. എബ്രായർ ലേഖനം 12-ാം അധ്യായം 18 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഇതാ കാഹളനാദം ഉച്ചത്തിൽ വരികയാണ്. അവിടെ ഭൂമി കുലുക്കം നിറഞ്ഞിരിക്കുകയാണ്. ഭൂമി കുലുക്കം, ഉയർന്നു വരുന്നതായ കാഹളനാദം, ഭയങ്കരമായ ആകാശം സ്പർശിക്കത്തക്ക ക്രമത്തിൽ കത്തി ഉയരുന്ന തീ. നിങ്ങളുടെ മനസ്സിന്റെ തിയേറ്റർ തുറന്നൊന്ന് കണ്ടാട്ടെ. നിന്റെ ദൈവം ഇറങ്ങിയാണ്. നിന്റെ ദൈവം ഏതോ ഇരുട്ടറക്കകത്ത് ഇരിക്കുന്നവനല്ല. നിന്റെ ദൈവം സ്തോത്രം തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു കരക്കൂട്ടത്ത് കയറുമ്പോൾ അയ്യോ സോറി, ഇതെന്റെ പരിധിയിൽപ്പെട്ട കേസ് അല്ല എന്ന് പറയുന്നവൻ അല്ല. ദൈവത്തിന് പരിധിയില്ല, ദൈവത്തിന് പരിമിതിയില്ല, ദൈവത്തിന് പരിധിയില്ല, ദൈവത്തിന് പരിമിതിയില്ല. സ്വർഗത്തിൽ അടങ്ങാത്തവനായ ദൈവം, സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. സർവശക്തനായ ദൈവം, ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന കർത്താവ് മനുഷ്യനെ, ഒരു പ്രത്യേക ജാതിയെ തന്റെ ജനമായി വേർതിരിപ്പാൻ സീനായി മലയിൽ ദൈവം ഇറങ്ങുകയാണ്. ഭൂമി കുലുക്കും, കത്തി ഉയരുന്ന തീയ്, ഉയർന്നു വരുന്ന കാഹളനാദം. ജനം പറഞ്ഞു, അയ്യോ, ഈ ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകുക. അതുകൊണ്ട് സ്തോത്രം, അതെ മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. എബ്രായർ 12:19 ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. കാരണം അത്ര സ്തോത്രം ഭീകരമായിരുന്നു, അത്ര ഭയാനകമായിരുന്നു. സ്തോത്രം, അതെ ആ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. സീനായി മലയിൽ പ്രമാണം നൽകുവാൻ, അഥവാ വചനം നൽകുവാൻ ദൈവം ഇറങ്ങി വന്നു. ചുമ്മാതല്ല ദൈവം ഇറങ്ങിയത്, വചനം നൽകുവാൻ ദൈവം ഇറങ്ങി നൽകുന്നു. 4000 വർഷങ്ങൾ സീനായി മലയിൽ വചനം കൊടുക്കുവാൻ കർത്താവ് ഇറങ്ങി വന്നു. എന്നാൽ ശ്രദ്ധിക്കുക, 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം, ഹോശിയ പ്രവചനം 13:14, 1 കൊരിന്ത്യർ 15:55, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഹേ പാതാളമേ നിന്റെ ജയം എവിടെയെന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കമാൺ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശു ഉയർത്തു എന്ന്? യേശു ഉയർത്തെഴുന്നേറ്റു. 7 ശബത് കഴിഞ്ഞ് പിറ്റേ ദിവസം കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ 50-ാം ദിനത്തില് ഇതാ മാളിക മുറിയിൽ 120 പേർ കൂടിയിരിക്കുന്നു. നിങ്ങൾ ചോദിക്കുമ്പോൾ ബ്രദർ സുരേഷ് ബാബു എന്തിനു വേണ്ടിയാണ് മാളിക മുറിയിൽ സ്തോത്രം എക്സാക്ട്ലി 120 പേർ കൂടിയിരിക്കുന്നത്? മനസ്സിലാക്കണമേ, അത് പഴയ നിയമത്തിന്റെ കണക്കാണ്. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവത്തിന്റെ കണക്ക് തെറ്റുന്നതേ ഇല്ല. ലെറ്റ് മീ ടെൽ യു, ദൈവത്തിന്റെ കണക്ക് കൂട്ടൽ തെറ്റുന്നില്ല. നിനക്ക് നിന്നെ കുറിച്ചുള്ളതായ കണക്കുകൂട്ടൽ തെറ്റിക്കാണും. പക്ഷേ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ് മീ ടെൽ യു, ദ കൗൺസിൽ ഓഫ് ദ ലോർഡ്, ദൈവത്തിനും നിന്നെ കുറിച്ചുള്ള കണക്കുകൂട്ടൽ തെറ്റിയിട്ടേ ഇല്ല.
ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള കണക്ക് കൂട്ടി തെറ്റിയിട്ടില്ല. കാരണം അവൻ ഇന്നലെയും ഇന്നും മാത്രമല്ല, അവൻ നാളെയും കാണുന്നവനായ ദൈവം. ഈ 120 പേർ മാളിക മുറിയിൽ കയറിയത് ഈ എന്തിനു വേണ്ടിയാണ്? വേണമെങ്കിൽ 100 പേരാകാമല്ലോ, അല്ലെങ്കിൽ 150 പേരാകാമല്ലോ. നോ, എക്സാക്ട്ലി 120. കർത്താവ് യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ 120 പേർ. എന്തുകൊണ്ട് 120? നോക്കണമേ, ദാവീദിന്റെ മകനാകുന്ന ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ആലയം ഉണ്ടാക്കി. ആ ടെമ്പിൾ കോംപ്ലക്സ് ശലോമോൻ വളരെ മനോഹരമായി ദൈവത്തിന്റെ അളവിൽ ഉണ്ടാക്കി. ഞാൻ പറയാറുണ്ട്, സ്തോത്രം, അതേ സമാഗമന കൂടാരത്തിന്റെ അതേ അളവിലാണ് ശലോമോൻ ദൈവത്തിന് വേണ്ടി ആലയം ഉണ്ടാക്കിയത്. എന്നാൽ ഹെരോദാവിന്റെ ആലയം, യേശു കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന ഹെരോദാവിന്റെ ആലയം ആ അളവിൽ അല്ല. അതൊരു മെഗാ ചർച്ച് ആയിരുന്നു. അത് കുറച്ചുകൂടെ അങ്ങ് വലിച്ചു നീട്ടി. അതൊരു ഇവാഞ്ചലാസ്റ്റിക് ബിൽഡിംഗ് ആയിരുന്നു. കമാൺ, നിങ്ങൾക്ക് മനസ്സിലായില്ല? അതൊരു ഇവാഞ്ചലാസ്റ്റിക് വലിച്ചു നീട്ടിയ ഒരു മിനിസ്ട്രി ആയിരുന്നു അത്. സ്തോത്രം. അതുകൊണ്ട് അത് കച്ചവട കേന്ദ്രമായി. ഒന്നുകിൽ നിന്റെ സഭ കച്ചവട കേന്ദ്രമാകും, ഇല്ലെങ്കിൽ അത് മഹത്വ മന്ദിരമായിരിക്കും. രണ്ടിലൊന്ന്. കമോൺ, ചാനൽ മാറ്റല്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട പ്രീച്ചറെ കുറിച്ചാണ് പറഞ്ഞത്, പക്ഷേ ചാനൽ മാറ്റല്ല. സ്തോത്രം, ശ്രദ്ധിക്ക്. ഒന്നുകിൽ അത് കള്ളന്മാരുടെ ഗുഹയായി കച്ചവട കേന്ദ്രമായിരിക്കും, ഇല്ലെങ്കിൽ മഹത്വത്തിന് മന്ദിരമായിരിക്കും. നീ മനുഷ്യന്റെ ഇഷ്ടത്തിലും, സ്തോത്രം, ബിസിനസ് സ്ട്രാറ്റജിയിലും അമേരിക്കൻ കോപ്പിയടിയിലും നീ ഉണ്ടാക്കുമ്പോൾ അത് കച്ചവട കേന്ദ്രമാക്കുന്നു. പക്ഷെ ഈ പുസ്തകം എഴുതപ്പെട്ടതായ ദൈവത്തിന്റെ അളവിൻ പ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം നീ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നിറയപ്പെടുന്നു. തോന്നിയ വഴിക്ക് ചെയ്യേണ്ടതല്ല ദൈവത്തിന്റെ ശുശ്രൂഷ. ദൈവത്തിന്റെ വീതിയില്, ദൈവത്തിന്റെ അളവില്, ദൈവത്തിന്റെ ഹിതപ്രകാരം ഒന്ന് ചെയ്ത് നോക്ക്. അവിടെ മനുഷ്യനല്ല നിറയുന്നത്. ഐ ഗ്യാരണ്ടി യു, ദൈവത്തിന്റെ മഹത്വമായിരിക്കും അവിടെ ഇറങ്ങി വരുന്നത്. ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ അളവിനും പ്രകാരം യാഗമുണ്ട്. അതേ, സ്തോത്രം, ആലയം പണിതിട്ട്, ദൈവത്തിന്റെ അളവിനും പ്രകാരം ആലയം പണിതിട്ട് 20,000 കാളകളെയും 1,20,000 ആടുകളെയും യാഗം കഴിച്ച് മഹാരാജാവായ ശലോമോൻ കർത്താവിന്റെ മുൻപിൽ മുട്ടുമടക്കി 2 കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. മഹാരാജാവ് ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി 2 കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ഈ സഭായോഗത്തിന് ദൈവകൃപയാൽ നമുക്കൊന്ന് അവസാനം മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. മീഡിയ ടീം എന്നെ സഹായിക്കണം. ആമേൻ. നമുക്കൊന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. നിന്നിട്ട് മടങ്ങാത്ത മുട്ടുമായി എല്ലാ മുട്ടും മടങ്ങും. കള്ളം പാടല്. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. കാരണം ശലോമോൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദാ വരുന്നു മഴമേഘമല്ല, മഹത്വമേഘ. ആലയത്തിൽ മഹത്വം ഇതാ ഇറങ്ങുകയാണ്. ഒരു ശബ്ദത്തിന്റെ ആരവാരത്തിൽ. ഏത് ശബ്ദം? 2 ദിനവൃത്താന്തം 5:12 പറയുന്നു. 2 ദിനവൃത്താന്തം 5:12. 120 പുരോഹിതന്മാർ, എക്സാക്ട്ലി 120 പുരോഹിതന്മാർ കാഹളമൂതുമ്പോൾ, ആട്ടിൻകൊമ്പ് എക്സാക്ട്ലി 120 പുരോഹിതന്മാർ ശലോമോന്റെ പ്രാർത്ഥന നേരത്തെ ഊതിക്കൊണ്ടിരുന്നപ്പോൾ ശലോമോൻ യഹോവയുടെ സന്നിധിയിൽ അതേ പ്രാർത്ഥിക്കുന്നു. 120 പുരോഹിതന്മാർ ആലയത്തിൽ നിന്ന് ഷോഫാർ അഥവാ കാഹളം ഊതുമ്പോൾ മഹത്വം ഇറങ്ങുകയുണ്ടായി. കണക്ക് തെറ്റിയില്ല. ശലോമോന്റെ കാലത്ത് 120 പുരോഹിതന്മാർ, പത്രോസിന്റെ കാലത്ത് അവൻ ഉൾപ്പെടെ 120 പേർ. പഴയ നിയമത്തിൽ കാഹളനാദം, പുതിയ നിയമത്തിൽ അവരുടെ ശബ്ദം. ഇത് പകൽക്കാലം ഏതോ മ്യൂസിക് ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദമല്ല. ദൈവം നിന്റെ ശബ്ദം പ്രതീക്ഷിക്കുന്നു. ദൈവം നിന്റെ ശബ്ദം പ്രതീക്ഷിക്കുന്നു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, വായു തുറന്നാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. പറ, വായു തുറന്നാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. വായു തുറന്നാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. തിരുവചനം പറയുന്നു, ഓപ്പൺ യുവർ മൗത്ത് വൈഡ്ലി. നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക, ദൈവം അതിനെ നിറയ്ക്ക്. നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക. ഈ പെന്തക്കോസ്ത് സൺഡേയിൽ, ശവോത്ത് ദിനത്തിൽ, ഹല്ലേലൂയ, നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക. ഇൻ ജീസസ് നെയിം. എന്റെ പ്രാർത്ഥന ഇതാണ്, അഭിഷേകം പ്രാപിക്കാത്ത സകലരും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാണ്. ഇത് പകൽക്കാലം സ്തോത്രം, ആരോ അന്യഭാഷ സംസാരിച്ച് മറ്റ് ആരോ വ്യാഖ്യാനിക്കണം. യെസ് വെർച്വൽ പ്ലാറ്റ്ഫോമിൽ അതൊക്കെ നടക്ക്. ഹല്ലേലൂയ. ആരോ ഒരാൾ അന്യഭാഷ പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇരിക്കുന്ന മറ്റൊരാൾ വ്യാഖ്യാനിക്കണം. ആരോ ഇന്ന് പകൽക്കാലം പ്രവചിക്കണം. Come on, get ready. ജീവനുള്ളവരെല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോട്ടെ. ദൈവത്തിന്റെ മഹത്വം നിറയപ്പെടട്ടെ.
വേദപുസ്തകം പറയുന്നു എക്സാക്ട്ലി 120 പേർ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ അവർ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 2:4 പറയുന്നത് അന്യഭാഷയിൽ അവർ സംസാരിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിർത്തി എന്നല്ല ബൈബിൾ പറയുന്നത്. Then they began to speak in tongues. അവർ അന്യഭാഷ സംസാരിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശാന്തമായി ഉണ്ടായിരുന്നു ബ്രദർ, പിന്നത്തേതിൽ നിന്നുപോയി ബ്രദർ, ഓ തീർന്നുപോയി ബ്രദർ, ഇത് സ്തോത്രം അതെ പമ്പാ നദി അല്ല ബ്രദർ, ഇത് നീളാ നദി അല്ല ബ്രദർ, ഇത് ദൈവത്തിന്റെ നദിയാണ് ബ്രദർ, അന്ന് തുടങ്ങിയാണ് ബ്രദർ, ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു ബ്രദർ. പരീക്ഷ ഭക്തിയും ബുദ്ധിയും മാറ്റിവെക്കുക ബ്രദർ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്തം ശക്തിക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ ഈ പെന്തക്കോസ്ത് നാളിൽ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ്, നിന്റെ പാസ്റ്ററുടെ മേൽ പരിശുദ്ധാത്മാവ്, നിന്റെ ശുശ്രൂഷയുടെ മേൽ പരിശുദ്ധ ആത്മാവ്. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് എക്സാക്ട്ലി ഇതേപോലെ ഒരു ശവോ ദിനത്തിൽ, ഇതേപോലെ ഒരു പെന്തക്കോസ്ത് അതേ ദിനത്തിൽ സ്തോത്രം പരിശുദ്ധ ആത്മാവ് ഇറങ്ങി. നിങ്ങൾ ചോദിക്കും ബ്രദർ സുരേഷ് ബാബു, പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം. മന്ത്രി വരുന്നത് പോലെയല്ല പരിശുദ്ധാത്മാവ് വരുന്നത്. മനുഷ്യൻ വരും, മനുഷ്യൻ പോകും, ഒന്നും ഒരു മാറ്റവും ഇല്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഇറങ്ങിയാൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഫാമിലിയിൽ, നിന്റെ കുടുംബത്തിൽ ഇറങ്ങിയാൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ സഭയിൽ ഇറങ്ങിയാൽ, ഞാൻ ഗ്യാരണ്ടിയായി പറയട്ടെ, അവിടെ ഒരു ചരിത്രം മെനയുക തന്നെ ചെയ്യും. അവിടെ ഒരു ചരിത്രമുണ്ടാകുക. ഈ അന്ത്യകാലത്ത് ഗെറ്റ് റെഡി. ചില ആഴ്ചകൾ കഴിയുമ്പോൾ സ്തോത്രം സകലത നോർമലാകാൻ വേണ്ടി പോകുന്നു. ഫൈസർ വരികയാണ്. ഏതോ സൈപ്പിന്റെ പേരല്ല ഞാൻ പറഞ്ഞത്, സ്തോത്രം അതെ എന്തോ വാക്സിനേഷന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. സ്പുട്നിക് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. കോവിഷീൽഡ് ആരാണ്ട് അത് എടുത്തു കഴിഞ്ഞു. കോവാക്സിൻ ആരോണ്ട് സ്തോത്രം കുടിക്കണമെന്ന് തോന്നി, പക്ഷേ ഓൾറെഡി എടുത്തിട്ടുണ്ട്. എല്ലാ വാക്സിനേഷനായി സ്തോത്രം ബാക്ക് ടു നോർമൽ. വേഗത്തിൽ ഈ രാജ്യം, വേഗത്തിൽ ഈ ലോകം സ്തോത്രം നോർമൽ ആകുവാൻ വേണ്ടി പോകുന്നു. എന്നാൽ ആ സ്തോത്രം ആ സീസണിന് ശേഷം, ഈ കോവിഡിന് ശേഷം ദൈവത്തിന്റെ സഭ ഒരു ആഹാബിന്റെ രഥത്തിന്റെ പിൻപിലല്ല ഓടുന്നത്. ദൈവത്തിന്റെ സഭ ഒരു രഥങ്ങൾക്ക് പിൻപിലല്ല, പകരം ദൈവത്തിന്റെ സഭ സകല അന്ത്യക്രിസ്തുവിന്റെയും സകല സാത്താന്യ സേവക്കാരന്റെയും മുൻപിൽ ദൈവത്തിന്റെ സഭ അന്ത്യകാല കൊയ്ത്തിന് വേണ്ടി ഓടുവാൻ പോകുന്നു. Get ready for that. ലോകം കണ്ടിട്ടില്ലാത്ത വലിയ ദൈവിക ചലനത്തിനായി കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം ഒരുങ്ങുകയാണ്. എവിടെ ദാഹമുള്ളവരുണ്ടോ അവിടെ ദൈവമായി കർത്താവ് നിറയ്ക്കുന്നു. വില്യം സെയ്മൂർ എന്ന് പേരുള്ളതായ ഒരു ദൈവത്തിന്റെ ദാസൻ 1906 അമേരിക്കയിൽ കാലിഫോർണിയ സംസ്ഥാനത്ത് അസൂസ എന്ന് പറയുന്ന സ്ട്രീറ്റിൽ ഒരു യോഗം വിളിച്ചുകൂടി. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, അത്ര ക്ലീൻ അല്ലാത്ത ഒരു സ്ഥലം, അതൊരു സ്തോത്രം തൊഴുത്തു പോലെയായിരുന്നു. സ്തോത്രം. നിശ്ചയമായി നല്ല നാറ്റം ഉണ്ടായിരിക്കും. ഈ സ്റ്റാറ്റസ് ഉള്ള സഭ തേടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ലോകം കണ്ട ഏറ്റവും വലിയ മന്ദബുദ്ധി നീയാണ്. കാരണം ദൈവം നോക്കുന്നത് സ്റ്റാറ്റസ് അല്ല, ദൈവം നോക്കുന്നത് പുറമോടിയല്ല, ദൈവം നോക്കുന്നത് ഹൃദയമാണ്. സ്തോത്രം. ആ തൊഴുത്തോ ആ സാഹചര്യമൊക്കെ ക്ലീൻ അപ്പ് ചെയ്തിട്ട് അവരത് ഒരുമിച്ച് കൂടിയിരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് 1906 ഇന്നേക്കും 115 വർഷങ്ങൾക്ക് മുമ്പ് അതെ പാടുമ്പോഴല്ല ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത്. മനസ്സിലാക്ക്. പ്രസംഗിക്കുമ്പോഴല്ല, പ്രസംഗം കേൾക്കുമ്പോഴുമല്ല, പകരം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. സകല ചലനങ്ങളും ആരംഭിച്ചത് പ്രാർത്ഥിക്കുമ്പോഴാണ്. സ്തോത്രം. സഭ അല്ല ചലനങ്ങളും ആരംഭിച്ചത് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഞാൻ വീണ്ടും പറയും സ്തോത്രം. അവരിതാ അസൂസ സ്ട്രീറ്റിൽ ഒരുമിച്ച് കൂടിയിരുന്ന് അതെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ പെന്തക്കോസ്റ്റൽ റിവൈവൽ 1906 സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ അതെ വെളിപ്പെടുകയുണ്ടായി. അവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അസൂസ സ്ട്രീറ്റിൽ ഉണ്ടായിരുന്നവർ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. 2001 സ്തോത്രം സമ്മറിൽ 2001 ജൂലൈയിൽ ഞാനും പാസ്റ്റർ ജോൺ തോമസ്, ഇന്ന് അദ്ദേഹം അത് ടൊറോണ്ടോയിലാണ്, ഞാനും പാസ്റ്റർ ജോൺ തോമസ്, അന്ന് പാസ്റ്റർ ജോൺ തോമസ് കാലിഫോർണിയയിലായിരുന്നു. സ്തോത്രം. അദ്ദേഹം എന്നെ കൊണ്ടുപോയി അതേ TBN അതുപോലെ സ്തോത്രം അതേ അസൂസ സ്ട്രീറ്റ് കാണിച്ച നല്ല ദിനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ എഴുതി വെച്ചിരിക്കുന്നതായ ചരിത്ര ലിപികൾ ഇതാണ്. അസൂസ സ്ട്രീറ്റിൽ വില്യം സെയ്മൂറിന്റെ കാലത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുമ്പോൾ കേൾക്ക് വളരെ ശക്തമായ ദൈവപ്രവൃത്തികൾ ഉണ്ടായി. ഒരു ദിവസം ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അവൻ്റെ സ്തോത്രം വലത് കൈ ഇല്ല. അവിടെ ഒരു ഹോൾ മാത്രമാണ്. ആ ഹോളിലൂടെ ആൾക്കാർക്ക് കാണാം വലത് കൈയില്ല. അവർ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് കർത്താവേ ഇതിൽ നഖം വളരാതെ സൂക്ഷിക്കണമേ എന്നല്ല അവർ പ്രാർത്ഥിച്ചത്. പകരം അവർ പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു അത്ഭുതം ചെയ്യുക. എല്ലാവരും നോക്കിയിരിക്കെ 1906 എല്ലാവരും നോക്കിയിരിക്കെ പുതിയൊരു കൈ ഇതാ വളരുകയാണ്.
അസ്ഥികൾ വളരുകയാണ്. നിങ്ങൾ മിണ്ടുന്നു? സ്തോത്രം. നിങ്ങൾക്ക് സ്തോത്രം പറയാൻ പറ്റുമോ മലയാളിയെ? അസ്ഥി വളരുകയാണ്, മാംസം വളരുകയാണ്, ഞരമ്പും ത്വക്കും വളരുകയാണ്. ബ്രാൻഡ് ന്യൂ കൈ ഇതാ വളർന്നിറങ്ങി. ഇടത് കൈയാണോ ഇല്ലാതിരുന്നത്, വലത് കൈയാണോ ഇല്ലാതിരുന്നെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ക്രിയേറ്റീവ് മിറക്കിൾ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം സംഭവിച്ചു. അതൊരു സ്തോത്രം ഡെയിലി റൊട്ടീനായിരുന്നു അവരെ സംബന്ധിച്ച്. ഒരു ദിവസം ഒരു സഹോദരി കടന്നു വരികയാണ്. അവളുടെ ഒരു വശത്ത് വലിയൊരു ബാൻഡേജ് ഉണ്ട്, തല മുഴുവൻ ഇതാ കെട്ടിയിരിക്കുകയാണ്. ചെത്തിയെടുത്തതുപോലെ അവിടെ ചെവിയില്ല. സ്തോത്രം. അതിതാ ഏതോ ഒരു അപകടത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെ, രക്തം, സ്തോത്രം, രക്തനിറത്തിൽ ഒരു ബ്ലഡി ബാൻഡേജ്, രക്തം, സ്തോത്രം, വമിക്കുന്ന ക്രമത്തിൽ ബാൻഡേജ് കിട്ടിയിട്ടുണ്ട്. അവർ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അവർ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ആ ബ്ലീഡിങ് നിന്നു, ആ മുറിവ് കരിഞ്ഞു. ആ ബാൻഡേജ് മാറ്റി നോക്കിയപ്പോൾ ആ മുറിവില്ല, തീർന്നില്ല. സ്തോത്രം. പുതിയൊരു ചെവി ആ സ്ഥാനത്ത് ഇതാ മുളച്ചു വന്നിരിക്കുന്നു. പുതിയൊരു ചെവി മുളച്ചു വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നീ ആരാധിക്കുന്ന ദൈവം തന്റെ പരിപാടി നിർത്തിയവനല്ല. നിനക്കെന്തെങ്കിലും ഇല്ലെങ്കിൽ, നിന്റെ കുഞ്ഞിന് എന്തെങ്കിലും ഇല്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം സൃഷ്ടിച്ചു നൽകുന്ന ഏലോഹീം, സൃഷ്ടാവാം ദൈവം നിനക്കായി ജീവിക്കുകയാണ്. വീണ്ടും ആ ഡോക്യുമെന്ററിയിൽ ഞാൻ കണ്ടു. സ്തോത്രം. അതേ പെന്തക്കോസ്റ്റൽ അസൂസ റിവൈവൽ സ്ട്രീറ്റ്, സ്തോത്രം. അതെ പെന്തക്കോസ്റ്റൽ റിവൈവലായ അസൂസ റിവൈവൽ ഞാൻ കണ്ടു. ഒരു ദിവസം സ്തോത്രം, അതെ ഒരു മനുഷ്യൻ സ്തോത്രം ഇതാ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ വയറ്റിൽ ഇതാ കുടൽ പുറത്തേക്ക് കിടക്കുന്നു. പല ആഴ്ചകളായി നല്ല നാറ്റമുണ്ട്, കുടൽ പുറത്തേക്ക് കിടക്കുകയാണ്. ആ രണ്ട് പോയി പ്രാർത്ഥിച്ചപ്പോഴേക്കും സ്തോത്രം, അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കുടൽ അവിടെ കാണാനില്ല. കുടൽ താനെ അകത്ത് കയറി. ചെറിയൊരു സൂക്ഷിടം പോലുമില്ല. ആ സ്തോത്രം, ചെറിയൊരു പാട് പോലും ഇല്ലാതെ വണ്ണം കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കി. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം കൂടെ പറയട്ടെ. സ്തോത്രം. നാലാമത് മറ്റൊരു അത്ഭുതം. ഒരു മനുഷ്യൻ വരികയാണ്. ബോൺ ബ്ലൈൻഡ് ആണ്. അദ്ദേഹം ജനിച്ചതേ കുരുടനായിട്ടാണ് ജനിച്ചത്. റിവൈവൽ യോഗം നടക്കുന്നു, അസൂസ സ്ട്രീറ്റ് റിവൈവൽ. ഓ സ്തോത്രം. കുരുടനായ മനുഷ്യനിതാ നടന്നു വരുമ്പോൾ ഏകദേശം സ്തോത്രം ഒരു 15 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുക്കൻ, ഒരു കൊച്ചി ചെറുക്കൻ സ്തോത്രം കടന്നുപോയി. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നേ എന്നല്ല പറഞ്ഞത്. ആ കുരുടൻ കടന്നു വരുമ്പോൾ ഇപ്രകാരം ആ ചെറുക്കൻ പറഞ്ഞു, ലെറ്റ് മീ പ്രേ ഫോർ യു, ഞാൻ നിനക്കായി പ്രാർത്ഥിക്കട്ടെ. അവൻ സിമ്പിളായി പ്രാർത്ഥിച്ചു. അതുവരെ കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ്റെ കണ്ണ് തുറന്ന് അവൻ അത്ഭുതകരമായി കാണുകയുണ്ടായി. ഒരു ചെറുക്കൻ പ്രാർത്ഥിച്ചപ്പോൾ സീനിയർ പാസ്റ്റർ വന്നപ്പോൾ അന്തരീക്ഷത്തിന് എന്തൊരു ചലനമായിരുന്നു. അതല്ല ഞാൻ പറയുന്നത്. ഒരു ചെറുക്കൻ പ്രാർത്ഥിച്ചപ്പോൾ ആ കണ്ണ് തുറന്നതായ മനുഷ്യൻ, അദ്ദേഹത്തിന് മദ്യപാന സ്വഭാവം ഉണ്ടായിരുന്നു. ആ മദ്യപാനം മാറി തൻ്റെ കണ്ണ് തുറന്നു. അദ്ദേഹം വലിയൊരു ഇവാഞ്ചലിസ്റ്റായി. അദ്ദേഹം അമേരിക്കയെ ഇളക്കാൻ വേണ്ടി കടന്നുപോയി. ഒരു പട്ടണത്തിൽ അദ്ദേഹം തൻ്റെ സാക്ഷ്യം ഒരു ദിവസം രാത്രി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്തോത്രം അതെ കാഴ്ചയില്ലായിരുന്നു, ദൈവം എനിക്ക് കാഴ്ച തന്നു. അതേ സമയത്ത് ഞാൻ മദ്യപാനിയായിരുന്നു. ദൈവം എന്നെ മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവ് എന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കി. ആ കർത്താവ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫുട്ബോൾ മാച്ചിന് പോയി മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉള്ളതായ ഒരു ബോയ് ചാടി എഴുന്നേറ്റു. ഒരു ചെറുക്കൻ, ഒരു യുവാവ് ചാടി എഴുന്നേറ്റു. അവൻ പറഞ്ഞു, എൻ്റെ അതേ അസ്ഥികൾ പല കഷണങ്ങളായി ഇതാ മുറിഞ്ഞിരിക്കുകയാണ്, തകർന്നിരിക്കുകയാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാര്യം എന്തെന്നറിയോ, എനിക്ക് സൗഖ്യം കിട്ടിയ എങ്ങനെയെന്നറിയോ, വില്യം ജെ സൈമൂർ പ്രാർത്ഥിച്ചല്ലേ എനിക്ക് സൗഖ്യം കിട്ടിയത്. 15 വയസ്സ് പ്രായമുള്ളതായ ഒരു ചെറുക്കൻ വന്നാണ് പ്രാർത്ഥിച്ചത്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. പെട്ടെന്ന് 10 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ചാടി എഴുന്നേറ്റ് ആ കാല് സ്തോത്രം മൾട്ടിപ്പിൾ ഫ്രാക്ചറായി ബാൻഡേജ് ഇട്ട് വന്നതായ അവൻ്റെ മേൽ കൈവച്ചിട്ട് ആ പെൺകുട്ടി പ്രാർത്ഥിച്ചു. അവൾ പ്രാർത്ഥിച്ച സ്തോത്രം കൈയെടുത്തതും അവൻ്റെ വേദന പോയി. അവൻ ബാൻഡേജ് അടിച്ചു മാറ്റി. ആ ചർച്ച് മുഴുവൻ അവൻ ഡാൻസ് ചെയ്ത് ഓടി നടന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് പകലും വിശ്വസിച്ചാട്ടെ, ക്രിയേറ്റീവ് മിറക്കിൾ. കാരണം പരിശുദ്ധാത്മ എവിടെയുണ്ടോ അവിടെ അത്ഭുതമുണ്ട്. അല്ലാതെ ഹീലിംഗ് പോലെ ഒരു ഫീലിംഗ് എന്നല്ല ഞാൻ പറഞ്ഞത്. പകരം സ്തോത്രം ഇല്ലാത്തവ ദൈവത്തിന്റെ കൃപയാൽ ഉണ്ടാകട്ടെ. തകർന്നിരിക്കുന്ന കിഡ്നി ഉണ്ടോ, ലെറ്റ് ദേർ ബി എ ബ്രാൻഡ് ന്യൂ കിഡ്നി. ഒരു പുതിയ കിഡ്നി അവിടെ ഉണ്ടാകട്ടെ. ഹൃദയത്തിന്റെ ബ്ലോക്കുകൾ കർത്താവ് മാറ്റട്ടെ. ഹല്ലേലൂയ. ബുദ്ധിയുടെ വികാസങ്ങൾ സംഭവിക്കട്ടെ. എല്ലാ ഡിഫോമിറ്റിയും ഇൻഫോമിറ്റിയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തോത്രം. സകല ബലഹീനതകൾ നീങ്ങി ദൈവിക അത്ഭുത സൗഖ്യം ഓരോ കുഞ്ഞിലേക്ക്, ഓരോ യുവതിയിലേക്ക്, യുവാവിലേക്ക്, ഓരോ പിതാവിലേക്ക്, മാതാവിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ.
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മാളിക മുറിയിൽ ഇറങ്ങി 120 മേൽ. പരിശുദ്ധാത്മാവ് സിയോൻ മലയിൽ ഇറങ്ങി. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സീനായി മലയിൽ വചനവുമായി ഇറങ്ങി. സീനായി മലയിൽ വചനം ഇറങ്ങുന്നു. സ്തോത്രം. സിയോൻ മലയിൽ അതേ ആത്മാവ് ഇറങ്ങുന്നു. രണ്ട് കാര്യം നിങ്ങൾ കേട്ടോ, the word of God and the spirit of God. വായി തുറന്ന് പറ. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് രണ്ടും ഇറങ്ങി വന്നത് ഏതെങ്കിലും ദിനത്തിനല്ല, പെന്തക്കോസ്ത് ദിനത്തിനാണ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ്. പുതിയ നിയമസഭയ്ക്ക് ഇന്നും രണ്ട് സ്തോത്രം അതേ പാരാമീറ്റേഴ്സ് ഉള്ളൂ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും. കാരണം വേദപുസ്തകം പറയുന്നു, ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ആലയം പണിതപ്പോൾ അവിടെ 2 തൂണുകൾ ഉണ്ടായിരുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം സ്തോത്രം അതിന്റെ 7-ാം അധ്യായം 21-ാം വാക്യം. 1 രാജാക്കന്മാർ 7:21 പറയുന്നു, ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ആലയം പണിതപ്പോൾ വരെ 2 സ്തംഭങ്ങൾ, അർത്ഥം 2 പില്ലറുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നിന്റെ പേര് യാക്കീൻ, മറ്റതിന്റെ പേര് ബോവസ്. ഒന്നിന്റെ പേര് യാക്കീൻ. യാക്കീൻ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്, സ്ഥാപിച്ചു. എബ്രായർ 11:3 പറയുന്നു, വചനത്താൽ ദൈവം സകലതും സ്ഥാപിച്ചു. ഒന്നാമത് വചനം. ഒരു വശത്ത് ആ കൂരയെ താങ്ങി നിർത്തിയിരിക്കുന്നതാണ് വചനം. മറ്റേതാണ് ബോവസ് എന്ന പില്ലർ. ഒന്ന് യാക്കീൻ എന്ന പില്ലർ, മറ്റൊന്ന് ബോവസ് എന്ന പില്ലർ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ദൈവത്തിന്റെ മഹത്വ ശുശ്രൂഷ ഈ അന്ത്യകാലത്ത് ചെയ്തെടുപ്പാൻ നിങ്ങൾക്ക് 2 കൈ പോലെ, 2 കാല് പോലെ, 2 ചെവി പോലെ, 2 കണ്ണ് പോലെ, 2 കിഡ്നി പോലെ നിങ്ങൾക്ക് 2 കാര്യം ആവശ്യം. ഒന്ന് ദൈവത്തിന്റെ വചനവും, മറ്റൊന്നും ദൈവത്തിന്റെ ആത്മാവും. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും രണ്ടും ഒരുമിച്ച് ചലിക്കട്ടെ. ഈ ഉണർവിന്റെ ദിവസങ്ങളിൽ 2 ഒരുമിച്ച് ചലിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെയുള്ളവർ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം അവർ മാളിക മുറിയിൽ കയറി അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. 10 ദിവസം പ്രാർത്ഥിച്ചു. 10 ദിവസം അവർ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിച്ചു. അടുത്തിരിക്കുന്ന എല്ലാവരും തൊട്ട് പറഞ്ഞാട്ടെ, പ്രാർത്ഥിച്ചാൽ അവസ്ഥ മാറും. പെട്ടെന്ന് പറയാം. പ്രാർത്ഥിച്ചാൽ സ്ഥിതി മാറും. പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ വ്യത്യാസപ്പെടും. പ്രാർത്ഥിച്ചാൽ ചരിത്രം മെനയും. പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടും. പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ പാപത്തെ ജയിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ സാത്താനെ ജയിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തെ ജയിക്കുന്നു. ഇന്ന് പകലും പ്രാർത്ഥിക്കട്ടെ. സഭ സ്ഥാപിക്കപ്പെട്ടത്, ഭൂമിയിൽ ദൈവം സഭയെ സ്ഥാപിച്ചത് 10 ദിവസത്തെ തുടർമാനമായ പ്രാർത്ഥനയിലാണ്. സ്തോത്രം. സഭ നടപ്പെട്ടത് 10 ദിവസത്തെ പ്രാർത്ഥനയിലാണ്. ലിസൺ. സ്തോത്രം. ഈ അന്തരീക്ഷം മാറുകയാണ്. ഈ ശുശ്രൂഷയുടെ ലെവൽ മാറുകയാണ്. ഈ പോയിന്റോടെ കേൾക്ക്. പ്രാർത്ഥനയിൽ നട്ടെങ്കിൽ പിശാചിന് പറിപ്പാൻ കഴിയത്തില്ല. പ്രാർത്ഥനയിൽ നട്ടതിനെ പിശാചിന് അപ്രൂട്ട് ചെയ്യാൻ കഴിയത്തില്ല. പ്രാർത്ഥനയിൽ ദൈവം നിന്നെ നട്ടെങ്കിൽ ശത്രുവിന് നിന്നെ പറിച്ചെടുക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥനയിൽ നടപ്പെട്ട നിന്റെ കുടുംബത്തെ പിശാചിന് തകർക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥനയിൽ നടപ്പെട്ട നിന്റെ സഭയെ സാത്താന് പൊളിക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥനയിൽ നടപ്പെട്ട ജോലിയെ പിശാചിന് തകർക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥനയിൽ നടപ്പെട്ട ബിസിനസിനെ പിശാചിന് പൊളിച്ചു കളവാൻ കഴിയത്തില്ല. കമാൺ, ഇന്ന് പകൽക്കാലം എന്തെങ്കിലും പ്രാർത്ഥനയിൽ നട്ടു എങ്കിൽ ഈ കാലവർഷകാലം കൊണ്ടല്ല, സ്വർഗത്തിന്റെ മഴയാൽ ദൈവത്തിന്റെ കൃപയാൽ അത് വളരുവാൻ വേണ്ടി പോകുന്നു. നീ തളരുന്ന സീസൺ അല്ല, ഇൻ ജീസസ് നെയിം നീ വളരുന്ന സീസണാണ്. കണ്ടിട്ടില്ലാത്ത വരുമാനങ്ങളും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ കൃപയാൽ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ സന്താനങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. കാരണം നീ നടപ്പെട്ടത് പ്രാർത്ഥനയിലാണ്. 10 ദിവസം അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് കടന്നു വന്നു. പരിശുദ്ധാത്മാവ് അന്ന് വന്ന പരിശുദ്ധാത്മാവ് പോയിട്ടില്ല. അതുകൊണ്ട് ഇനിയും വരണമേ എന്ന് കാത്തിരിക്കുമ്പോഴല്ല, പകരം ഓൾറെഡി പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, അതേ സ്തോത്രം, ലെറ്റ് us invite the presence of Holy Spirit. തെറ്റാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. നോ, അവൻ ആൾറെഡി കൂടെയുണ്ട്. കാരണം യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഏതോ ഞായറാഴ്ച സ്തോത്രം 2-ാമത്തെ പാട്ട് 3 സഹോദരന്മാർ ചേർന്ന് 4-ാമത്തെ സ്റ്റാൻസ വേഗത്തിൽ പാടുമ്പോൾ 5-ാമത്തെ അതേ ചലനമായി ഇറങ്ങി വരുന്നവനല്ല പരിശുദ്ധ ആത്മാവ്. പകരം സ്തോത്രം എപ്പോഴോ സൺഡേ മീറ്റിങ്ങിനോ റിവൈവൽ യോഗത്തോ മാത്രം കടന്നു വരുന്നവനല്ല പരിശുദ്ധാത്മാവ്. ഏതോ ഇഷ്ടപ്പെട്ട പ്രാസംഗികന്റെ ശബ്ദത്തിൽ ചലിക്കാനായി വല്ലപ്പോഴും തലകാലിക്കുന്നവനല്ല പരിശുദ്ധാത്മാവ്. പകരം 24 മണിക്കൂറും ആഴ്ചയുടെ 7 ദിവസത്തിലും 365 ദിവസത്തിലും എല്ലാ കാലത്തും നിന്നോട് കൂടെ ഇരിക്കുന്നവനാണ് പരിശുദ്ധ ആത്മാവ്.
പരിശുദ്ധാത്മാവ് സ്തോത്രം നിന്റെ മേൽ. യോഹന്നാൻ സുവിശേഷം 14:16 യേശു കർത്താവ് പറഞ്ഞു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അർത്ഥം ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുക, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരാം. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ടവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട അന്യഭാഷകൾ സംസാരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ഒരിക്കൽ കൂടെ മലയാളത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കമാൺ, പോരാ, ഇംഗ്ലീഷിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നിങ്ങളെ നിറച്ചു എങ്കിൽ മറക്കരുത്, നിങ്ങൾ കുരുങ്ങിയത് കൊണ്ട് ആ പ്രാസിംഗൻ വന്നത് കൊണ്ടല്ല, യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. യേശു കർത്താവ് പിതാവിനോട് പറഞ്ഞു, സ്തോത്രം, സുരേഷിനെ പരിശുദ്ധാത്മാവിൽ നിറയണമേ. സ്തോത്രം. അതെ, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരെ അതെ പിതാവേ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ വല്ലപ്പോഴുമല്ല, ഏതോ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ആ വേളയിൽ അവസാന ദിവസമല്ല, പിന്നെയോ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ചുറ്റിയിരിക്കുന്നവരെ നോക്കി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, നാം അഭിഷിക്തർ. അഭിഷേകം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അന്യഭാഷ പറയുന്നു, നിങ്ങൾ ചലിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നു, പക്ഷേ തീർന്നില്ല. ദൈവത്തിൻ്റെ അഭിഷേകം സ്തോത്രം നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്തോത്രം അടിമ അല്ല. യു വിൽ ബി എ ലീഡർ. നിങ്ങളൊരു നേതാവായിരിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ തലയായിരിക്കുക. ദൈവത്തിൻ്റെ അഭിഷേകം എവിടെയാണ് ഉള്ളത്, ആ സ്ഥാനത്ത് നിങ്ങളൊരു ലീഡറാണ്. ഇന്ന് പകൽക്കാലം ഈ പെന്തക്കോസ്റ്റ് സൺഡേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ലീഡേഴ്സിനോടാണ് സംസാരിക്കുന്നത്. സ്തോത്രം. നീ കഴിഞ്ഞ ആഴ്ച സ്നാനപ്പെട്ട ഒരു വ്യക്തിയെങ്കിലും ഏതോ കാര്യങ്ങൾ നീ ഒരു ലീഡറാണ്. കാരണം എൻ്റെ ബൈബിൾ പറയുന്നു, സ്തോത്രം, 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം, 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം തിരുവചനം പറയുന്നു, ദൈവം രാജാക്കന്മാരെ അഭിഷേകം ചെയ്തപ്പോൾ they were the prince of the Israeli society. അവർ ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരായിരുന്നു. അർത്ഥം അവർ ഇസ്രായേലിന്റെ രാജാവായിരുന്നു. അർത്ഥം അവർ ഇസ്രായേലിന്റെ നേതാക്കന്മാരായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ യോഗ്യത കൊണ്ടല്ല, നിന്റെ പേഴ്സണാലിറ്റി അല്ല നിന്റെ പദവിയെ ഉയർത്തുന്നത്. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ് നിന്നെ ക്വാളിഫൈ ചെയ്യുന്നത്. നിന്റെ പേഴ്സണാലിറ്റി അല്ല നിന്നെ ക്വാളിഫൈ ചെയ്യുന്നത്. നിന്റെ മേലുള്ള അഭിഷേകമാണ് നിന്നെ ക്വാളിഫൈ ചെയ്യുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ അഭിഷേകം സ്തോത്രം നിന്റെ മേൽ വ്യാപരിച്ചാൽ നീ ഏത് സാഹചര്യത്തിൽ നിന്നെ പിടിച്ചിട്ടാലും നീ വാലായിരിക്കത്തില്ല, നീ തലയായിരിക്കുക. വീട്ടിൽ പൂച്ച വളർത്തുന്നവരുണ്ട്. എനിക്കിഷ്ടമല്ല, എനിക്ക് പട്ടിയാണ് ഇഷ്ടം. സ്തോത്രം. അതേ, പൂച്ച വളർത്തുന്നവരുണ്ട്. ആരും ചെയ്യണമെന്നില്ല, പക്ഷേ എന്നാലും ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. നിന്റെ പൂച്ചയെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഇട്ടാൽ പൂച്ച എങ്ങനെ വന്ന് ലാൻഡ് ചെയ്യും? ഏത് പൂച്ചയാണെങ്കിലും, കറുത്ത പൂച്ചയാകട്ടെ വെളുത്ത പൂച്ചയാകട്ടെ, പൂച്ചയെടുത്ത് അന്തരീക്ഷത്തിലേക്ക് പൂച്ചയെടുത്ത് അങ്ങനെ ഇട്ട് കാണിച്ചെന്ന ഒരു പുള്ളി എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, ആരെന്ന് ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. പൂച്ചയെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഇട്ടാൽ പൂച്ച 4 കാലിലായിരിക്കും ലാൻഡ് ചെയ്യുന്നത്. ആം ഐ റൈറ്റ്? പൂച്ചയെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഇട്ടാൽ 4 കാലിലേക്കായിരിക്കും ലാൻഡ് ചെയ്യുന്നത്. അർത്ഥം ഏത് ഓഫീസിൽ നിന്നെ കൊണ്ടുവന്നിട്ടാലും, ഏത് സാഹചര്യത്തിൽ നിന്നെ പിടിച്ചിട്ടാലും, ഏത് കാരാഗ്രഹത്തിൽ നിന്നെ പൂട്ടിക്കിട്ടാലും നീ ഒരിക്കലും പിന്നിലായിരിക്കത്തില്ല. നിന്റെ അഭിഷേകത്തിൽ you will be a leader. ആരോ ഇന്ന് പകൽക്കാലം 10,000 ഓവർടേക്ക് ചെയ്യുന്ന, കമാൺ, സൈഡ് കൊടുക്ക, ദേശാധിപതി സൈഡ് കൊടുക്ക. ഓ, പൈശാചിക ശക്തിയെ മാറിക്കേ. പിശാചിന്റെ എല്ലാ റെഡ് ലൈറ്റും യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാല ഗ്രീൻ ലൈറ്റ് ആകട്ടെ. ഓ, എനിക്ക് വാലാകാൻ സമയമില്ല, എനിക്ക് വാലായിരിക്കാൻ മനസ്സില്ല, ഞാൻ തലയാത്രേ. ഐ ആം എ ലീഡർ. ദൈവത്തിന്റെ അഭിഷേകം യാക്കോബിന്റെ കുടുംബത്തിൽ വേറെ ആരുടെ മേലും ഉണ്ടായിരുന്നെങ്കിൽ, അഭിഷേകം മീൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് കൂട്ടിക്കോ. ആ ദൈവത്തിന്റെ സാന്നിധ്യം യോസേഫിന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രതികൂലത്തിൻ്റെതായ ജയിലിൽ പിടിച്ചിട്ടപ്പോഴും ജയിലിൽ പോലും അവനായിരുന്നു സ്തോത്രം അതേ ലീഡർ. പ്രതികൂല സാഹചര്യത്തിലും അനുകൂല സാഹചര്യത്തിലും ഞെരുക്കത്തിലും വിശാലതയിലും ഉയർച്ചയിലും താഴ്ചയിലും നല്ല കാലത്തും പൊല്ലാത്ത കാലത്തും നീ ഒരിക്കലും വാലായിരിക്കത്തില്ല, നീ തലയായിരിക്കുക.
ആവർത്തന 28:3 പറയുന്നു, നീ ആയിരിക്കും തല. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, ഞാനായിരിക്കും അവിടെ തല, ഞാനായിരിക്കും അവിടെ തല. അവിടെ IAS-കാരുണ്ടായിരിക്കും, നിനക്കാൾ സീനിയേഴ്സ് ഉണ്ടായിരിക്കും. അവരെ പറയായിരിക്കും, നിനക്ക് ബാച്ചിലേഴ്സേ ഉള്ളൂ, ഞങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ട്. നിന്റെ അലമാരയിൽ ആ മാസ്റ്റേഴ്സ് ഇരിക്കത്തേ ഉള്ളൂ, പക്ഷെ എൻ്റെ മേൽ നിനക്കില്ലാത്ത അഭിഷേകമുണ്ട്. come on, hallelujah. എൻ്റെ മേൽ കേരള യൂണിവേഴ്സിറ്റിക്ക് തരാൻ കഴിയാത്ത അഭിഷേകം തുറന്ന സ്വർഗത്തിൽ നിന്ന് എൻ്റെ പാപ്പ, എൻ്റെ അപ്പൻ, എൻ്റെ ഡാഡി എൻ്റെ മേൽ പകർന്നിരിക്കുന്നു. എൻ്റെ മേൽ അഭിഷേകമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതായിരിക്കും അവസാന വാക്ക്, ഞാൻ പറയുന്നതായിരിക്കും അവസാന വാക്ക്. ഒരു സ്തോത്രം ബുദ്ധിക്കിലും ഉദിക്കാത്തത് ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ അനോയിന്റിംഗിനാൽ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. ഞാനൊരു ലീഡറാണ്. ഇത് കാലം I prophesy over you in Jesus name. In the business world, in the cooperative world, in the political world, let you are be a leader in Jesus name. സഭയ്ക്കകത്താകട്ടെ, ശുശ്രൂഷ വേദികളാകട്ടെ, അതേ സ്തോത്രം ഓഫീസിലാകട്ടെ, സകല മേഖലകളിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ലീഡറായിരിക്കട്ടെ. അതിൻ്റെ മാന്യത വെളിപ്പെടട്ടെ, അതിൻ്റെ ബ്രില്യൻസി വെളിപ്പെടട്ടെ, അതിൻ്റെ വാക്കുകൾ വെളിപ്പെടട്ടെ, അതിൻ്റെ ഉച്ചാരണം മാറട്ടെ, അതിൻ്റെ ലാംഗ്വേജ് വെളിപ്പെടട്ടെ, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വെളിപ്പെടട്ടെ. ഞാൻ വീണ്ടും പറയും, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വെളിപ്പെടട്ടെ. കമാൺ ലീഡർഷിപ്പ് ക്വാളിറ്റി വെളിപ്പെടട്ടെ. ഗ്രാമങ്ങളായിരിക്കുന്നവർ, അതേ പട്ടണത്തിൽ പോലും വെളിപ്പെടാത്ത ഹെവൻലി ക്വാളിറ്റി. വായു തുറന്ന് സ്തോത്രം പറ, വായു തുറന്ന് ആരാധിക്ക്, വായു തുറന്ന് അന്യഭാഷ പറ. സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ജീസസ് നെയിം. പിന്നിൽ കിടക്കുന്ന ആരെയോ ദൈവമായ കർത്താവ് മുന്നിൽ സ്തോത്രം കൊണ്ടുവരുവാൻ വേണ്ടി പോകുന്നു. വളഞ്ഞിരിക്കുന്ന ആരെയോ ദൈവം നേരെയാക്കുവാൻ പോകുന്നു. തടഞ്ഞിരിക്കുന്ന പ്രൊമോഷൻസ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി അടുത്ത കസേര, അടുത്ത ഓഫീസ്, അടുത്ത കാറ് നിനക്ക് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടി പോകുന്നു. നിന്റെ പേരിനോട് കൂടെ ചിലത് കർത്താവ് എഴുതി ചേർക്കുവാൻ വേണ്ടി പോകുന്നു. നിന്റെ ഡെസിഗ്നേഷനിൽ ഒരു മാറ്റം. ഐ പ്രൊഫസൈ ഓവർ യു. നിന്റെ സ്തോത്രം ഡെസിഗ്നേഷനിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു. കാരണം നീ വാലല്ല. ആവർത്തനം 28:13 നീ തലയാത്രേ, നീ വാലല്ല, നീ തലയാത്രേ. നിന്റെ അടുക്കൽ ആയിരങ്ങൾ വന്നു ചോദിക്കും, മാഡം എങ്ങനെയാ ഇവിടെ എത്തിയത്, സർ എങ്ങനെയാ ഇവിടെ എത്തിയത്? അപ്പ തല ഉയർത്തി പറ, എൻ്റെ അപ്പൻ്റെ അഭിഷേകത്താൽ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ. ഹല്ലേലൂയ. ആയിരങ്ങൾക്ക് നീ ലീഡറാണ്, 10,000-ങ്ങൾക്ക് നീ ലീഡറാണ്, കോൺസ്റ്റിറ്റ്യുവൻസിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലീഡറാണ്, ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ലീഡറാണ്. ലെറ്റ് മീ ടെൽ യു ഇൻ ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ ഈ രാജ്യത്തിൻ്റെ ഘടന മാറുകയാണ്, രാജ്യങ്ങളുടെ ഘടന മാറുകയാണ്. സ്തോത്രം. ഈ രാജ്യത്തിൻ്റെ ഘടനയെ ദൈവം മാറ്റുമ്പോൾ, പല സിസ്റ്റത്തെ ദൈവം ഈ ദിവസങ്ങൾ പൊളിക്കുമ്പോൾ, പല സിസ്റ്റത്തെ ദൈവം ഈ ദിവസങ്ങൾ മാറ്റുമ്പോൾ, ആരോ പറയുമായിരിക്കും, ഞങ്ങൾ ഓഫീസിൽ മൗനമായി പറഞ്ഞത് എവൻ എങ്ങനെയാ മനസ്സിലായത്? നീ ഇന്നലത്തെ പ്ലാനർ ആയിരിക്കാം, ഞാൻ നാളത്തെ പ്രവാചകനാ. കമാൻ, ഹല്ലേലൂയ. നീ ഇന്നലത്തെ പ്ലാനറാണ്, ഞാൻ നാളത്തെ പ്രവാചകനാ. നിന്റെ മന്ത്രിയോട് പോയി പറ, ഹല്ലേലൂയ, ദാൻ മുതൽ ബെർശേബ വരെ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് ഇസ്രായേൽ മുഴുവൻ അറിയുമെന്ന് പണ്ട് ശമൂവേൽ പറഞ്ഞു എങ്കിൽ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയട്ടെ. ഘടനകളെ ദൈവം മാറ്റുകയാണ്, സിസ്റ്റത്തെ ദൈവം മാറ്റുകയാണ്, സിസ്റ്റത്തെ ദൈവം മാറ്റുകയാണ്. പഴയ സിസ്റ്റത്തെയും പഴയ നിർണയങ്ങളെയും കർത്താവ് പൊളിച്ചടിക്കുക, പുതിയൊരു ലെവലിലേക്ക്, പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന, കയ്യുടെ ചന്യഭാഷ പറയുന്ന, ഈ ബൈബിളും കൊണ്ട് ഓഫീസിൽ പോകുന്ന പലതിനെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. യു ആർ ഗോയിങ് ടു ബി എ ലീഡർ ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ. ബ്രദർ സുരേഷ് ബാബു, ദൈവത്തിൻ്റെ അഭിഷേകം എൻ്റെ മേൽ കടന്നു വന്നാൽ എന്താ സംഭവിക്കുന്നത്? യോബേൽ പറയുന്നു 2:25. യോബേൽ 2 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അധ്യായമാണ്. കാരണം യോബേൽ 2:28 പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:17 പറയുന്നു, ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ഐ വിൽ pour my spirit upon every flesh. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകര്. സകല ജഡത്തിന്മേൽ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന സംസാരിച്ച തുടങ്ങുന്ന കൊച്ചു തുടങ്ങി, അതേ കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന അപ്പച്ചമാർ അമ്മച്ചുമാർ വരെ സ്തോത്രം, അതേ ദൈവത്തിന്റെ കൃപയാൽ അന്യഭാഷ പറവാൻ വേണ്ടി പോകുന്ന ഈ ദൂത് കേൾക്കുന്ന സകല വ്യക്തികളും, സകലരെന്ന് പറഞ്ഞാൽ സകലരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടി പോകുന്നു. അതാണ് ദൈവത്തിന്റെ അഭിപ്രായമല്ല, ദൈവത്തിന്റെ ആലോചന. ദൈവത്തിന്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ ആലോചന. അതിന് ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. 25-ാം വാക്യം നോക്ക്. അഭിഷേകം കൊണ്ടുവരുന്ന മറ്റൊരു കാര്യം പറയട്ടെ. യോബിൽ 2:25 പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വീട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക്
പകരം നൽകുക. സ്തോത്രം. വെട്ടുക്കിളിയും വീട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുക. I will restore your years. I will restore യുവർ ഇയേഴ്സ്. നഷ്ടപ്പെട്ട വർഷങ്ങളെ നീ മറക്ക്, നഷ്ടങ്ങളെ നീ മറക്ക്. അങ്ങനെ ഒരു പൊല്ലാത്ത കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലും ദൈവമായ കർത്താവ് കാണിക്കാതവണ്, അങ്ങനെ ഒരു കഷ്ടകാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലും കാണിക്കാതവണ് ദൈവമായ കർത്താവ് നഷ്ടപ്പെട്ടത് നിനക്ക് തിരികെ നൽകുവാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് തിരികെ നൽകുവാൻ പോകുന്നു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഈ കരങ്ങൾ തിരിച്ചു പിടിക്കും. പറഞ്ഞാട്ടെ, ഈ കരങ്ങൾ തിരിച്ചു പിടിക്കുക. ഇത് തിരിച്ചു പിടിക്കുന്ന കൈകളാണ്. ഇത് മീൻ പിടിക്കുന്ന കൈ എന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഇത് തിരിച്ചു പിടിക്കുന്ന കൈകളാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് അഭിഷേകം തിരികെ നൽകുവാൻ വേണ്ടി പോകുന്നു. കാരണം ഈ പുസ്തകം ഇത് നഷ്ടത്തിന്റെ പുസ്തകമല്ല, ഇത് നഷ്ടപ്പെട്ടത് തിരികെ തരുന്ന പുസ്തകമാണ്. ഓർത്തോ, ഈ ദൂത് ഇന്ന് പകൽക്കാലം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പിശാചിന്റെ ഗോഡൌണിനെ പൊളിക്കുവാൻ സാത്താൻ നിന്നെ കവർന്നെടുത്തതായ സകല നന്മകളെ അതേ കവർന്നെടുത്ത് വിഴുങ്ങിയിരിക്കുന്ന പിശാചിന്റെ ഗോഡൌണിനെ പൊളിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ പുറപ്പെട്ടു കഴിഞ്ഞു. എഴുതിയിട്ട് കാണുന്ന പഠിക്ക്, നഷ്ടപ്പെട്ടതിനെ അഭിഷേകം തിരികെ നൽകുന്നു. കാണാമെന്ന് വേദപുസ്തകം പറയുന്നു. കീശിന്റെ മകനാകുന്ന ശൗല് കഴുത നഷ്ടപ്പെട്ടവനായി ഇത് അവസാനം നടന്ന് ശമൂവേലിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. 1 ശമൂവേൽ 10:2 പറയുന്നു. സ്തോത്രം. അന്ന് കഴുത എന്ന് പറയുന്നത് ഇന്നത്തെ റോൾസ് റോയ്സിന് തുല്യമാണ്. അത്ര വലിയ സമ്പത്തിന്റെ പര്യായമായിരുന്നു കഴുത. കഴുതയെ തേടി വന്നപ്പോ അവൻ തേടാത്ത അഭിഷേകം അവനെ തേടിയത്. അവൻ കഴുതയാണ് തേടിയത്, എന്നാൽ സ്തോത്രം അഭിഷേകം അവനെയാണ് തേടിയത്. ഒരിക്കൽ കൂടെ, അവൻ കഴുതയാണ് തേടിയത്, എന്നാൽ അഭിഷേകം അവനെയാണ് തേടിയത്. ഇന്ന് പകലും നീ തേടുന്നത് മറ്റെന്തോ ആണ്, പക്ഷെ ഇന്ന് പകൽക്കാലം അഭിഷേകം നിന്നെ തേടി വരികയാണ്. കാരണം ദൈവത്തിന് ഈ കാലഘട്ടത്തിന്റെ മിഷണറിമാരെ വേണം. ദൈവത്തിന് ഈ കാലത്തിന്റെ പ്രവാചകനെയും സുവിശേഷകനെയും ആവശ്യമുണ്ട്. അഭിഷേകം നിന്നെ തേടുകയാണ്. ഓ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറ, എന്നെ തേടുന്ന അഭിഷേകം. പറഞ്ഞാട്ടെ, എന്നെ തേടുന്ന അഭിഷേകം. സ്തോത്രം. ദൂത് പ്രാപിക്കേണ്ടത് പ്രാപിച്ചാൽ, കിട്ടേണ്ടത് കിട്ടിയാൽ വർഷങ്ങൾ നീ അതേ ശ്രമിച്ചിട്ടും നടക്കാത്തത് ഒറ്റ മണിക്കൂർ കൊണ്ട് നിനക്ക് തിരികെ തരുവാൻ ദൈവത്തിന് കഴിയും. കാരണം ശൗല് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ, അവൻ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അവൻ അഭിഷിക്തനായി തീർന്നപ്പോൾ ദിവസങ്ങളായി അവൻ അന്വേഷിച്ച് നടന്നതായ കഴുത അവനെ തേടി ഇതാ കടന്നു വരികയാണ്. 10:2 സ്തോത്രം. വേദപുസ്തകം പറയുന്നു, ഇന്ന് നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ, ശമൂവേൽ പറയുകയാണ്, ബെന്യാമിന്റെ അതിരിങ്കൽ സൽഫിന്റെ റാഹേലിന്റെ കല്ലറക്കരികിൽ വെച്ച് 2 ആളെ നീ കാണ്. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോയ കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോയ കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോയ കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നീ എന്താ ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്നത്? അഭിഷിക്തനായിരിക്കുകയാണ്. നീ അഭിഷേകത്തിൽ ഈ മണ്ഡലത്തിൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷെ മറ്റേ മണ്ഡലത്തിൽ മറ്റൊരു റിലത്തിൽ നഷ്ടപ്പെട്ടത് ഇതാ നിന്നെ കാത്തിരിക്കുകയാണ്. സ്പിരിറ്റ് റിലമിൽ, ഓ കമാണ്, എത്രയൊക്കെ മനസ്സിലായി? സ്പിരിറ്റ് റിലമിൽ നഷ്ടപ്പെട്ട നന്മകൾ നിനക്കായി കാത്തിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം റിസ്റ്റോറേഷൻ സംഭവിക്കുന്നു. തുള്ളനും വേട്ടുകിളിയും പച്ചപ്പുഴും വീട്ടിലും തിന്ന് നശിപ്പിച്ചത് യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ നിന്റെ ജീവിതത്തിൽ നിനക്കായി കാത്തിരിക്കുന്നു. Hallelujah. സ്തോത്രം. A surprise news is waiting for me. Hallelujah. വിളിച്ചു പറ, ഓ സർപ്രൈസ് ന്യൂസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഒരു ഗാഡി സർപ്രൈസ് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. പ്രവചിച്ച് ഞാൻ പറയട്ടെ, ഒരു സർപ്രൈസ് ന്യൂസ് ഈ മെയ് അവസാനം ജൂൺ മാസത്തിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഈ സംവത്സരത്തിന്റെ മധ്യത്തിൽ ഒരു സർപ്രൈസ് വേറെ ഒന്നും കേൾക്കണ്ട. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ ആശീർവാദം പറഞ്ഞു വിടാം. വേറെ ഒന്നും കേൾക്കണ്ട. സ്തോത്രം. ഒരു സർപ്രൈസ് ന്യൂസ് കർത്താവ് പറയുന്നു, നിന്റെ കുഞ്ഞെ, നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ന്യൂസ് ഞാനിതാ കരുതിയിരിക്കുകയാണ്.
വർഷങ്ങളായി നാളുകളായി നിന്നിൽ നിന്ന് നിനക്ക് നഷ്ടപ്പെട്ടതായ സ്തോത്രം കഴുത ഇതാ നിന്നെ തേടി വരികയാണ്. നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് തിരികെ തരുന്നതാണ് അഭിഷേകം. 1 ശമൂവേൽ 30:8 വേദപുസ്തകം പറയുന്നു, സിക്ലാഗിൽ വെച്ച് ദാവീദിനും സ്തോത്രം തനിക്കുണ്ടായിരുന്ന സകലത നഷ്ടപ്പെട്ടു. ദാവീദിനുണ്ടായിരുന്ന സകലത നഷ്ടപ്പെട്ടപ്പോൾ അപ്പോഴും ദൈവമായ കർത്താവ് പറയുന്നു, ഹേ ദാവീദേ, നീ ആരാണ്? നീ അഭിഷിക്തനാണ്. സ്തോത്രം, ആ പരീക്ഷയെ പിന്തുടരുക, ആ പരീക്ഷയെ പിന്തുടരുക. ഓ സ്തോത്രം, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലതും വീണ്ടുകൊള്ള. ആ പരീക്ഷയെ പിന്തുടരുക, നീ നിശ്ചയമായി അവരെ എത്തിപ്പിടിക്കും, സകലതും വീണ്ടുകൊള്ള. 2 കരങ്ങൾ ഉയർത്തി വായി തുറന്ന് പറ, ഞാൻ സകലതും വീണ്ടുകൊള്ളും. ഒരിക്കൽ കൂടെ, ഞാൻ സകലതും വീണ്ടുകൊള്ളും. നിന്റെ മസിൽ കരുത്ത് കൊണ്ടല്ല, നിന്റെ ബ്രെയിൻ സ്കില്ല് കൊണ്ടല്ല, നിന്റെ മേൽ ചലിക്കുന്ന അഭിഷേകത്താൽ സകലമല്ല, സകലവും 100% സകലതും വീണ്ടുകൊള്ളും. എന്നെ കേൾക്കുന്ന സകല കുടുംബങ്ങൾ ഇത് റിസീവ് ചെയ്യട്ടെ, ഇത് സ്തോത്രം ഏറ്റെടുക്കട്ടെ. സകല സഹോദരങ്ങൾ ഏറ്റെടുക്കട്ടെ. ഇൻ ജീസസ് നെയിം. ധനമാകട്ടെ, പ്രോപ്പർട്ടി ആകട്ടെ, സൽപ്പേരാകട്ടെ, ശുശ്രൂഷയാകട്ടെ, കള്ളൻ മോഷ്ടിച്ചത് സകലതും സദൃശവാക്യം 6:30-31. കള്ളനായ സാത്താൻ മോഷ്ടിച്ചത് സദൃശവാക്യം 6:30-31 7 മടങ്ങായി മടങ്ങി വരട്ടെ, 7 മടങ്ങായി മടങ്ങി വരട്ടെ. ഇന്ന് പകൽക്കാലം ഈ അന്തരീക്ഷത്തിന് ഞങ്ങൾ കൽപ്പന കൊടുക്കുന്നു. എല്ലാ അഷ്ടദിക്കുകളെ ഭരിക്കുന്ന, ഓ ഹല്ലേലൂയ, റാഞ്ചൻ പക്ഷി പോലെ വ്യാപരിക്കുന്ന സകല നന്മകളെ റാഞ്ചിയെടുത്ത് സകല ദുരാത്മാവിനെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ശ്വാസിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പറയുന്നു, നഷ്ടപ്പെട്ടത് മടങ്ങി വരുവാൻ വേണ്ടി പോകുന്നു, നഷ്ടപ്പെട്ടത് മടങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ആ കരങ്ങളിലേക്ക് നോക്കി പറഞ്ഞാട്ടെ, സ്വന്തം കൈ നോക്കി പറ, ഇത് തിരികെ പിടിക്കുന്ന കരങ്ങളാണ്, ഇത് തിരികെ പിടിക്കുന്ന കരങ്ങളാ. ഇത് നഷ്ടത്തിൻ്റെ കരങ്ങളല്ല, ഇത് ചോർച്ചയുള്ള കരങ്ങളല്ല, ഇത് അഭിഷിക്തൻ്റെ കൈകളാണ്, ഇത് തിരികെ പിടിക്കുന്ന കൈകളാണ്. 30 സെക്കൻഡ് കൂടെ തരാം, 30 സെക്കൻഡ്. എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? പറ പറ, വാ തുറന്ന കൈ നോക്കി പറ, പറ 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 പറ, വാ തുറന്ന് പറ. എന്തൊക്കെയാണ് തിരികെ പിടിക്കുന്നത്? പറ പറ. യേശുവിൻ്റെ നാമത്തിൽ യു പ്രൊഫസൈ, യു പ്രൊഫസൈ, യു പ്രൊഫസൈ, യു പ്രൊഫസൈ, യു പ്രൊഫസൈ. ഇൻ ജീസസ് നെയിം. മടങ്ങി വരുന്നു, മടങ്ങി വരുന്നു. ദൂതന്മാർ ചൊരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് മടങ്ങി വരുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. നഷ്ടപ്പെട്ടത് മടങ്ങി വരുന്നു. അഭിഷിക്തനാണോ? അഭിഷിക്തനാണോ? അങ്ങനെയാണെങ്കിൽ നീ അഡ്വാൻസ് ചെയ്യുകയാണ്. നമ്പർ 3, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് സ്റ്റാഗ്നേഷൻ അല്ല ഉള്ളത്, പകരം സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ നീ മുന്നേറുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ നിനക്ക് മുന്നേറ്റമുണ്ട്. അഭിഷിക്തനാകുന്ന നിനക്ക് ഒരിക്കലും പഴയ പാട്ടും പഴയ അന്യഭാഷയിലും പണ്ടത്തെ പോലെ തുടരാൻ കഴിയത്തില്ല. 25 കൊല്ലം സ്തോത്രം മുൻപ് കണ്ടതുപോലെ ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഒറ്റയെണ്ണം പറയല്ല. സ്തോത്രം. അതെ, അങ്ങനെയല്ല. അതിന്റെ പേരല്ല അഭിഷേകം. അഭിഷേകം എന്ന് പറയുന്നത് മുന്നേറ്റമാണ്. അഭിഷേകം എന്ന് പറയുന്നത് പിന്മാറ്റമല്ല. അഭിഷേകം എന്ന് പറയുന്നത് മുന്നേറ്റമാണ്. അഭിഷേകം എന്ന് പറയുന്നത് പിന്മാറ്റമല്ല. അഭിഷേകം എന്ന് പറയുന്നത് മുന്നേറ്റമാണ്. അഭിഷേകം എന്ന് പറയുന്നത് മുന്നേറ്റമാണ്. ഈ ജനം മുന്നേറുവാൻ പോകുന്നു. ഈ ജനം മുന്നേറുവാൻ പോകുന്നു. ഈ ജനം അടുത്ത മാസം ഈ ലെവലിലായിരിക്കത്തില്ല, നാളെ ഈ ലെവലിലായിരിക്കത്തില്ല. ഓരോ സെക്കൻഡും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും ദൈവത്തിന്റെ കൃപയാൽ ഈ ജനം മുന്നേറുകയാണ്. ഇവർക്ക് മുൻപിൽ എത്ര വലിയ മല്ലനുണ്ടെങ്കിൽ, ഇവർക്ക് മുൻപിൽ എത്ര വലിയ പർവ്വതങ്ങളുണ്ടെങ്കിൽ, ഇവിടെ മുൻപിൽ എത്ര വലിയ മഹാസൈനികളുണ്ടെങ്കിലും, രാജാതി രാജാവ്, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നവൻ, താമ്രഭിത്തികളെ ഉടയ്ക്കുന്നവൻ, എവർക്ക് മുൻപായി ഇതാ ഇല്ലാത്ത വഴിയെ ഉണ്ടാക്കി നടക്കുകയാണ്. ആരും നടക്കാത്ത ബ്രാൻഡ് ന്യൂ വഴിയെ, ആരും നടക്കാത്ത ബ്രാൻഡ്, ഓ പോയി പോയി, ഞാൻ പോയി. സ്തോത്രം. അതെ, ആരും നടക്കാത്ത ബ്രാൻഡ് ന്യൂ ഹൈവേ, ആരും കണ്ടിട്ടില്ലാത്ത ബ്രാൻഡ് ന്യൂ ഹൈവേ. ഓ ഹിസ്റ്ററി മേക്കർ, ചരിത്ര പ്രസിദ്ധമായ ഭയങ്കര വഴികളെ ഇവിടെ മുൻപിൽ ഇതാ ഒരുക്കുകയാണ്. അതുകൊണ്ട് ഇവർ ഒരിക്കലും സ്റ്റാഗ്നന്റ് അല്ല. ഓ, ഇവർ ദൈവത്തിന്റെ കൃപയാൽ സ്തംഭനാവസ്ഥയിലല്ല, പകരം അവർ മുന്നേറുകയാണ്. വായി തുറന്ന് പറ, ഞാൻ മുന്നേറുന്നു, ഞാൻ മുന്നേറുന്നു. കാരണം സങ്കീർത്തനം 65 പറയുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം ഒഴുകിയിരിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 37 പറയുന്നു, ദൈവത്തിന്റെ കാറ്റ് വീശുന്നു. 1 രാജാക്കന്മാർ 18 പറയുന്നു, ദൈവത്തിന്റെ തീ, സ്തോത്രം, അതേ കത്തുന്നു. എസെക്കിയേൽ 34 പറയുന്നു, ദൈവത്തിന്റെ മഴ പെയ്യുന്നു. നിങ്ങൾ മഴയിലാണെങ്കിൽ, നിങ്ങൾ കാറ്റിലാണെങ്കിൽ, നിങ്ങൾ നദിയിലാണെങ്കിൽ, നിങ്ങളുടെ തീയിലാണെങ്കിൽ, ഇതെല്ലാം ചലിക്കുന്നതാണ്.
ഇന്നലെ പരിശുദ്ധാത്മാവിന്റെ 7 പാരബിൾസിനെ കുറിച്ച്, പ്രതീകങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ഒന്നും ചുമ്മാതിരിക്കുന്നതല്ല, ഒന്നും സർവേക്കല്ലല്ല. വേദപുസ്തകത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് സർവേക്കല്ലെന്ന് എഴുതിയിട്ടില്ല. അതിനായി സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായില്ല. സ്തോത്രം സർവേക്കല്ലാണെങ്കിൽ അത് വെറുതെ ഇരിക്കും. Am I right? സ്തോത്രം എന്നാൽ കുലുങ്ങാത്ത പർവ്വതം പോലെ ഇരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്നല്ല പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് തീയാണ്. തീയാണോ അത് ജ്വലിക്കുന്നതായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നദിയാണ്. നദിയാണോ അത് ഒഴുകുന്നതായിരിക്കാം. കാറ്റാണോ അത് വീശുന്നതായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അതേ റൈനാർഡ് ബോങ്കെ ഈ പ്രകാരം പറയാറുണ്ട്. സ്തോത്രം. വെള്ളത്തെ നോക്കി വെള്ളമേ ഒന്ന് നനയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. വെള്ളമാണോ അത് നനച്ചിരിക്കും. തീയേ കർത്താവേ തീയേ ഒന്ന് ചൂടാകണമേ എന്ന് പറയേണ്ട കാര്യമല്ല. തീയേ പോരാ, ഒന്ന് ചൂടാ. തീയാണോ നിന്നെ പൊള്ളിപ്പിച്ചിരിക്കുക. അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവാണോ, ദൈവത്തിൻ്റെ ആത്മാവാണോ നീ ചലിച്ചിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവാണോ നീ ചലിച്ചിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവാണോ നീ ചലിച്ചിരിക്കുക. ഹല്ലേലൂയ. ക്രിസ്ത്യാനി നിന്റെ ലെവൽ മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തന്റെ ചലനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം ചലിക്കുന്നു. ദൈവം ചലിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ദൈവം കേരളത്തിൽ, ഇന്ത്യയിൽ ദൈവം ചലിക്കുന്നു. വാ, ദൈവത്തോടൊപ്പം നമുക്ക് ചേർന്ന് ചലിക്കാം. ദൈവത്തോടൊപ്പം ചേർന്ന് ചലിക്കുന്ന ഈ വേളകളിൽ ലക്ഷക്കണക്കിന് ജനം രക്ഷിക്കപ്പെടുവാൻ പോകുകയാണ്. കോടികൾ വിളിച്ചു പറയുവാൻ പോകുന്നു യേശു മാത്രം കർത്താവ്. അഭിഷേകമാണോ അത് സ്തോത്രം സ്റ്റാഗ്നന്റ് അല്ല, പകരം ചലിക്കുകയാണ്. സകല സ്തംഭിച്ചിരിക്കുന്നതായ സഹോദരീ സഹോദരന്മാരെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അധികാരത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, let the spirit of stagnation let it go in Jesus name. Every spirit of stagnation, എല്ലാ സ്തംഭനാവസ്ഥയിലായിരിക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ. കോഴ്സ് കഴിഞ്ഞ് റിസൾട്ട് വന്നില്ല, സർട്ടിഫിക്കറ്റ് കിട്ടി, ജോലി കിട്ടിയില്ല, പ്രായം തികഞ്ഞു, കല്യാണം നടന്നില്ല, അഭിഷേകമുണ്ട്, ശുശ്രൂഷയില്ല. നോ, യേശുവിന്റെ നാമത്തിൽ മേലാൽ നീ സ്തംഭനാവസ്ഥയിലല്ലോ, നീ മുന്നേറുകയാണ്. നീ മുന്നേറുകയാണ്. എല്ലാവരും നോക്കി പറ, ഞാൻ മുന്നേറുകയാണ്. പറ, ഞാൻ മുന്നേറുകയാണ്. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ മുന്നേറ്റത്തിലാണ്. ചെങ്കടൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു മുന്നോട്ട് പോ. എരിഹോ വന്നപ്പോൾ ദൈവം പറഞ്ഞു പൊളിച്ചിട്ട് മുന്നോട്ട് പോ. യോർദാൻ വന്നപ്പോൾ ദൈവം പറഞ്ഞു വിഭാഗിച്ച് മുന്നോട്ട് പോ. ഗോലിയാത്തിന്റെ മുൻപിൽ നിന്ന് ദാവീദിനോട് ദൈവം പറഞ്ഞു അവനെ എറിഞ്ഞിട്ട് അവന്റെ തലയെ വെട്ടിയെടുത്ത് മുന്നോട്ട് പോ. ഇന്ന് പകൽ ഏതെങ്കിലും യോർദാൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സ്തോത്രം അത് എരിഹോ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ചെങ്കടലുണ്ടെങ്കിൽ, ഏതെങ്കിലും മല്ലന്മാരുണ്ടെങ്കിൽ, അതേ ദൈവം, ജയത്തിന്റെ ദൈവം, ജയത്തിന്റെ ദൈവം, നിന്റെ സ്റ്റാഗ്നേഷനെ മാറ്റുന്നവൻ, നിന്റെ സ്തംഭനങ്ങളെ മാറ്റുന്നവൻ ഇന്ന് പകൽ നിന്നോട് നോക്കി പറയുന്നു മുന്നോട്ട് പോ. ഹല്ലേലൂയ. സഖാക്കളെ മുന്നോട്ടെന്നാണ് 20-ാം തീയതി പാട്ടും പാടി 2ാം വട്ടം സ്തോത്ര മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. ഐ എം സോറി, അത് സഖാക്കൾ പാടേണ്ട പാട്ടല്ല. സഭയെ മുന്നോട്ട്. കാരണം ഈ പുസ്തകത്തിന്റെ കർത്താവ് നിന്നെ പിന്നോട്ടടിക്കുന്നവനല്ല, അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ്. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ലക്ഷണം ദൈവത്തിന്റെ കൃപയാൽ നീ മുന്നോട്ടാണ്. യേശുവിൻ നാമത്തിൽ നീ മുന്നേറുവാൻ വേണ്ടി പോകുന്നു. നമ്പർ 4, 4-ാമതായി ഞാൻ പറയുന്നു സ്തോത്രം. അതേ സങ്കീർത്തനം 89:20 അനുസരിച്ച് ദൈവത്തിന്റെ അഭിഷേകം നിങ്ങൾക്കുണ്ടോ? യു വിൽ ബി എ പീപ്പിൾ ഓഫ് ഫേവർ. നിങ്ങൾ ദൈവിക പ്രീതിയുടെ, ഫേവറിന് ആക്ച്വലി ഒരു നല്ലൊരു മലയാളം വാക്ക് ഞാൻ കണ്ടില്ല. ദൈവിക സംപ്രീതിയുടെ വ്യക്തികളായിരിക്കും നിങ്ങൾ. ദൈവിക സംപ്രീതിയുടെ വ്യക്തികളായിരിക്കും നിങ്ങൾ. ഫേവർ, ഫേവർ. എല്ലാവരും പറഞ്ഞാട്ടെ ഫേവർ. സ്തോത്രം. എന്താണ് ഫേവർ? സ്തോത്രം. എന്താണ് ഫേവർ എന്ന് പറയുന്നത്? യു വിൽ ഗെറ്റ് മോർ ദാൻ യുവർ ക്വാളിഫിക്കേഷൻ. നിന്റെ ക്വാളിഫിക്കേഷനെ കടത്തിവെട്ടുന്നത് ആർക്കും വേണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോവാം. സ്തോത്രം. അതെ, നിന്റെ ക്വാളിഫിക്കേഷന് കിട്ടാത്തത്, നിന്റെ ക്വാളിഫിക്കേഷന് അനുസരിച്ചല്ല, നിന്റെ ക്വാളിഫിക്കേഷനേക്കാൾ കവിഞ്ഞത് ദൈവം നിനക്ക് തരുന്നെങ്കിൽ അതിന്റെ പേരാണ് ഫേവർ. സ്തോത്രം. നിന്റെ ക്വാളിഫിക്കേഷൻ പറയും നിനക്ക് ബാച്ചിലേഴ്സേ ഉള്ളൂ, പക്ഷേ ഇൻ ജീസസ് നെയിം സ്തോത്രം PhD-ക്കാർ ചെയ്യുന്നതായിരിക്കും ദൈവകൃപയാൽ നീ ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. 100 കണക്കിന് ആൾക്കാരുടെ നിന്ന് ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ലോകത്തിൽ ദൈവകൃപയാൽ നക്ഷത്രങ്ങളെ ശോഭിക്കുന്ന പലരും പറയും ബ്രദർ എൻ്റെ എഡ്യൂക്കേഷൻ അല്ല ഈ സ്ഥാനത്ത് എന്നെ എത്തിച്ചത്. സ്തോത്ര. ഗാഡ്സ് ഫേവർ, ദൈവത്തിന്റെ ഫേവർ. കാരണം 89-ാം സങ്കീർത്തനം 20-ാം വാക്യം വേദപുസ്തകം പറയുന്നു, ഞാൻ എൻ്റെ ദാസനായ
ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. ഞാൻ എൻ്റെ ദാസനാകുന്ന ദാവീദിനെ കണ്ടെത്തി, അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. എവിടെ വെച്ചാൽ അവനെ അഭിഷേകം ചെയ്തത്? എൻ്റെ ക്വാളിറ്റി എന്തായിരുന്നു? അവൻ എവിടെയായിരുന്നു? അവൻ കാട്ടിലെ പുൽപ്പുറങ്ങളിലായിരുന്നു. കാട്ടിലെ പുൽപ്പുറങ്ങളിൽ കിടന്നവനെ ദൈവം വീട്ടിൽ കൊണ്ടുവന്ന് അവനിക്ക് അഭിഷേകം ചെയ്തു. ആ അഭിഷേകം അവന് ഫേവർ നൽകി. പഴയ കാട്ടിൽ തുടരാനല്ല, കാട്ടുമൃഗത്തെ പോലെ നാറാനല്ല, കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരിപ്പാൻ. അതിൻ്റെ പേരാണ് ഫേവർ. നിന്റെ സിറ്റുവേഷൻ മാറി, കാട്ടിൽ കിടക്കുന്ന നിന്നെ കൊട്ടാരത്തിൽ ഇരുത്തുന്നതാണ് ഫേവർ. മനസ്സിലാകുന്ന റാമീൻ പറഞ്ഞാട്ടെ. ഇടയനായി കിടക്കുന്നവൻ സ്തോത്രം രാജാവായി തീർന്നെങ്കിൽ അതിൻ്റെ പേരാണ് ഫേവർ. യേശുവിൻ്റെ നാമത്തിൽ ഫേവർ. യേശുവിൻ നാമത്തിൽ ഈ അഭിഷേകത്തിൻ്റെ നല്ല ഞായറാഴ്ച, ഈ പെന്തക്കോസ്ത് സൺഡേ ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. തുടർന്നുള്ള ദിവസങ്ങളിൽ സകല ദിശകളിലും ദിക്കുകളിലും പ്രവർത്തികളിലും ഫയലുകളിലും ആക്ടിവിറ്റികളിലും ദൈവത്തിൻ്റെ ഫേവർ പ്രത്യക്ഷമായി നിന്റെ മുൻപിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. സുരേഷ് ബാബു, ഫേവറിന്റെ പ്രത്യേകത എന്താണ്? എഴുതിയെടുത്ത് കാണാതെ പഠിക്ക്. ഫേവർ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ there will be supernatural resources and relations. Supernatural resources and relations. Supernatural resources and relations. Hallelujah. Supernatural resources and relations. യേശുവിന്റെ നാമത്തിൽ ഫേവർ ഉള്ള സകല കുഞ്ഞുങ്ങളിലും സകല സഹോദരി സഹോദരന്മാരും സ്തോത്രം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഉറവകൾ തുറക്കുന്നു. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബന്ധങ്ങൾ കടന്നു വരുന്നു. സ്തോത്രം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അത് റിലേഷൻസ് വരുന്നു. റിസോഴ്സസ് നിനക്കായി തുറക്കുന്നു. നീ ഇതുവരെ കണ്ടത് കുതികാൽ വെട്ടുന്ന വരികയാണ്. ഇതുവരെ കണ്ടിട്ടുള്ളത് അക്കരെ പോകാൻ നിൽക്കുന്ന നിന്റെ പാലം പൊളിക്കുന്നവരാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഫേവർ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് പകൽ നിന്നെ നോക്കി വിളിച്ചു പറവാൻ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ദൂത് ബ്രിഡ്ജ് ബ്രേക്കേഴ്സ് അല്ല, നിനക്ക് വേണ്ടി ബ്രിഡ്ജ് ബിൽഡേഴ്സിനെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ബ്രിഡ്ജ് ബിൽഡേഴ്സിനെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞോട്ടെ. പാലം പണിയുന്നു. ഇക്കര നിൽക്കുന്നു. എങ്ങനെ ആ കര പോകും? ഇവിടെയായിരിക്കുന്നു. എങ്ങനെ അവിടെ എത്തിച്ചേരും? എനിക്കറിയത്തില്ല. കാണുന്ന മണ്ഡലത്തിൽ ഒരുത്തനെ നീ കണ്ടില്ലെങ്കിലും ഒരുവളെ കണ്ടില്ലെങ്കിലും റിസോഴ്സസ് ഓപ്പൺ ആക്കിയാണ് ഫേവർ റിസോഴ്സസിനെ ഓപ്പൺ ആക്കുന്നു. ഫേവർ റിലേഷൻസിനെ കൊണ്ടുവരുന്നു. കുട്ടികളുടെ ഭാവിയെ നോക്കി ഞാൻ പറയുകയാണ്, നിന്റെ വിവാഹം അത് വലിയ ഫേവർ ആയിരിക്കും. റിസോഴ്സസ് അത് ഓപ്പൺ ചെയ്യും. അത് റിലേഷൻസിനെ കൊണ്ടുവരും. അത് അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ രാജ്യങ്ങളിലേക്ക്, മറ്റ് കൾച്ചറിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഒരു ബ്രിഡ്ജ് ആയിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഫേവറിന്റെ കുടുംബങ്ങൾ എന്റെ മുൻപിൽ ഇരിപ്പുണ്ട്. ഫേവറിന്റെ വ്യക്തികളാണ് സ്തോത്രം ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്നത്. ഗാലി ഫേവർ, കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നം, അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നം, സ്തോത്രം അതേ താമര BJPയുടെ ചിഹ്നം. നീ ദൈവത്തിന്റെ ഫേവറിന്റെ ചിഹ്നം. റിസോഴ്സസ് ഓപ്പൺ ആകുന്നു. റിലേഷൻസ് കടന്നു വരുന്നു. ദാവീദ് അഭിഷേകത്തിൽ നിറയപ്പെട്ടപ്പോൾ കടന്നു വരികയാണ്. ഒരു സ്തോത്രം അതേ ജോനാഥാൻ വരികയാണ്. നിന്റെ ജോനാഥാൻ വന്നുകൊണ്ടിരിക്കുന്നു. അർഹതയില്ലാത്ത സ്ഥാനത്ത് നീ കാട്ടിൽ കിടക്കുകയാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് കൊട്ടാരത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ജോനാഥാൻ കടന്നു വരുന്നു. ആരോടാ ഞാൻ പറയുന്നത്? അർഹതയില്ലാത്ത സ്ഥാനത്തുള്ള വിവാഹങ്ങള്, അർഹതയില്ലാത്ത സ്ഥാനത്തുള്ള ഫ്രണ്ട്ഷിപ്പ്, അർഹതയില്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, നിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് സകല ദിശകളിൽ. ഞാൻ തിരിഞ്ഞു നിൽക്കുന്നതിന്റെ കാല് വേദനിച്ചിട്ടല്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ കാണുകയാണ് ആത്മാവിൽ സകല ദിശകളിൽ നിൽക്കുന്നത് കാല് വാരുന്നവരല്ല, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നിന്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നവരെ ദൈവം ഇതാ അഭിഷേകം കൊണ്ടുവരികയാണ്. നീ ഒത്തിരി കാറ്റുകൾ കണ്ടവനാണ്, നീ ഒത്തിരി തിരമാലകൾ ചവിട്ടിയവനാണ്, നീ ഒത്തിരി തീരൂടെ വന്നതാണ്. നിന്റെ കൂടെ നിന്നവർ പോലും നിന്നെ തകർത്തതാണ്. ആരെയും നിനക്ക് വിശ്വസിപ്പാൻ തക്കൊണ്ട് കഴിയുന്നില്ല. ഒത്തിരി പേർ നിന്നെ തകർത്തിട്ടുണ്ട്. ഹിരോഷിമയും നാഗസാക്കിയും കേരളത്തിൽ ഇരുന്ന് തന്നെ നീ അനുഭവിച്ചതാണ്. തകർച്ച നീ കണ്ടവനാണ്. എന്നാൽ തമ്പുരാൻ പറയുന്നു, മതി 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 മതി. ആ സീസൺ കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു, ആ സ്തോത്രം ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴത്തെ നീ കണ്ടിട്ടില്ലാത്ത ജോനാഥാനെ ഞാൻ
ഞാൻ നിന്റെ അടുക്കൽ അയക്കുവാൻ വേണ്ടി പോകുന്നു. നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന ബർന്നബാസുമാരെ ഞാൻ നിന്നെ എത്തിപ്പാൻ വേണ്ടി പോകുന്നു. നിന്നെ നോക്കി ഏതെങ്കിലും ബർന്നബാസ് അതേ ജഡം പറഞ്ഞ് ബബായ് പറഞ്ഞു പോയെങ്കിൽ പോയ ബർന്നബാസിനേക്കാൾ നല്ല ശീലാസുമാരെ ദൈവം നിനക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആരാധിക്കുക. In Jesus' name, in Jesus' name, hallelujah. Resources and relations, യേശുവിന്റെ നാമത്തിൽ favor, 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 favor. എഴുതിയെടുക്ക്. Favor always break the natural law. Natural law, ലോകം നിയമങ്ങളെ മുറിച്ച് സൂപ്പർ നാച്ചുറലായ പ്രവർത്തികളെ കൊണ്ടുവരുന്നതാണ് സ്തോത്രം. അതേ ഫേവർ. നാച്ചുറൽ ലോ ക്യാൻസൽ ചെയ്യുന്നതാണ് ഫേവർ. ഓ പോയി മനസ്സിലായില്ല. സ്തോത്രം. ലോകത്തിന്റെ നിയമത്തെ ക്യാൻസൽ ചെയ്ത് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്. നീ പറയും എനിക്കിതേ കിട്ടത്തുള്ളൂ, നീ പറയും സ്തോത്രം എനിക്കിതേ ലഭിക്കത്തുള്ളൂ. നോ, ലോകത്തിൽ മറ്റുള്ളവർക്ക് അതായിരിക്കാം, പക്ഷെ നിനക്ക് ഫേവർ ഉള്ളത് കൊണ്ട് നാച്ചുറൽ ലോയെ ക്യാൻസൽ ചെയ്യുന്നതാണ് സ്തോത്രം ഫേവർ. ആർക്കൊക്കെ മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്? നാച്ചുറൽ ലോ ക്യാൻസൽ ചെയ്യുകയാണ്. സൂപ്പർ നാച്ചുറൽ ക്ലബിലേക്ക് സ്വാഗതം. ട്രിവാൻഡ്രം ക്ലബിലേക്കല്ല, ശ്രീമൂലം ക്ലബിലേക്കല്ല, സ്തോത്രം അതേ ലയൺസ് ക്ലബിലേക്കല്ല, ഓ ഫേവർ ക്ലബിലേക്ക് സ്വാഗതം. ഫേവറിന്റെ ഗോഡ്സ് ഫേവർ ക്ലബിലേക്ക് സ്വാഗതം. ഈ ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നതൊന്നും നാച്ചുറൽ ആയിരിക്കത്തില്ല. ഡെയിലി നാച്ചുറൽ ലോ നിന്റെ മേൽ ക്യാൻസൽ ചെയ്യപ്പെടുക. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്താൽ നീ ഒരു ലീഡറാണ്. നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് തിരികെ നൽകുന്നു. സ്തോത്രം. നീ മുന്നേറുന്നു. ഗാഡി ഫേവറിൽ സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ അതേ നീ ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്പർ 5, ദൈവത്തിന്റെ അഭിഷേകം നിനക്ക് കൊണ്ടുവരുന്നത് സ്തോത്രം. ദൈവത്തിന്റെ അഭിഷേകം നിന്നെ മാനിക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകം നിന്നെ മാനിക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകം നിന്നെ മാനിക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകം നിന്നെ മാനിക്കുന്നു. വായ് ദൈവത്തിന്റെ അഭിഷേകം നിന്നെ മാനിക്കുന്നത് എന്ത്? 1 ശമൂവേൽ 2:30 അഭിഷേക്തനെ 1 ശമൂവേൽ 2:30 നീ ദൈവത്തെ മാനിക്കുന്നു. നീ ദൈവത്തെ മാനിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ മാനിക്കുന്നു. നീ ദൈവത്തെ മാനിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ മാനിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ ദൈവത്തെ മാനിക്കുന്നു. സ്തോത്രം. ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളിലും സഭയെ മാനിക്കുന്നവർ, ദൈവദാസന്മാരെ മാനിക്കുന്നവർക്ക് ആ വ്യക്തിയെ അല്ല നീ മാനിക്കുന്നത്, അവന്റെ സോഡാക്കുപ്പി പോലെയുള്ള മുഖത്തെ അല്ല നീ മാനിക്കുന്നത്, പകരം നീ ദൈവത്തെയാണ് മാനിക്കുന്നത്. നിങ്ങൾ വളരെ കൃത്യമായി പറയട്ടെ. അഭിഷേകം ചുമന്നു വരുന്ന ഒരു ദൈവത്തിന്റെ ദാസന്റെ അഭിഷേകം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ആകണമെങ്കിൽ ആ അഭിഷിക്തന്റെ അനുഗ്രഹം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ സ്തോത്രം അഭിഷിക്തനെ മാനിക്കണം. അഭിഷിക്തനെ മാനിക്കുമ്പോഴാണ് ആ അഭിഷേകം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് എന്ന് വിചാരിച്ച് കാണുന്ന സോദോം രാജാവിനെ സല്യൂട്ട് ചെയ്യണമെന്നല്ല ബ്രദർ സുരേഷ് ബാബു പറയുന്നത്. സോദോം രാജാവിനെയല്ല മാനിക്കേണ്ടത്, ശാലേം രാജാവിനെയാണ് മാനിക്കേണ്ടത്. പോയി. സോദോം രാജാവിനെ അബ്രഹാം മാനിച്ചില്ല, ശാലേം രാജാവിനെ അബ്രഹാം മാനിച്ച്. 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് അബ്രഹാം കടന്നു വരുമ്പോൾ സോദോം രാജാവ് ഒരു ട്രിക്കും ബിസിനസ് സ്ട്രാറ്റജിയാണ് പറഞ്ഞത്. സോദോം രാജാവ് പറഞ്ഞത് ട്രിക്കും ബിസിനസ് സ്ട്രാറ്റജിയുമാണ് പറഞ്ഞത്. ട്രിക്കും ബിസിനസ് സ്ട്രാറ്റജിയും പറയുന്നവരെ മാറ്റി നിർത്തിയാട്ടെ. ഓ സ്തോത്രം. എൻ്റെ സാധനം എടുത്തോ, നിന്റെ ആർമി എനിക്കതാ, എൻ്റെ സാധനം എടുത്തോ, ഓ നിന്റെ ആൾബലം എനിക്കതാ എന്ന് സോദോം രാജാവ് പറഞ്ഞപ്പോൾ ഇതാ ശാലേം രാജാവ് മൽക്കിഷേദക്ക് വരികയാണ്. മൽക്കിഷേദക്ക് ദൈവത്തിന്റെ പുരോഹിതൻ, മീനിങ് പുരോഹിതന്റെ മേൽ പൗരോഹിത്യ അഭിഷേകമുണ്ട്. സ്തോത്രം. അതേ മൽക്കിഷേദക്കിന് അബ്രഹാം സകലത്തിനും 10 കൊടുത്തു. എബ്രായർ 7:1 മുതൽ 25 വരെ. സ്തോത്രം. ഉൽപ്പത്തി 14:18. അതേ അബ്രഹാം മൽക്കിഷേദക്കിന് സകലത്തിനും 10 കൊടുത്തു. അവൻ അഭിഷിക്തനെ മാനിച്ചു. അഭിഷിക്തനെ അബ്രഹാം മാനിച്ചു. അഭിഷിക്തനെ അബ്രഹാം മാനിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെയും അബ്രഹാമിന്റെ സന്തതിയെ മാനിച്ച്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ നീ മാനിക്കുമ്പോൾ, അഭിഷിക്തരെ നീ മാനിക്കുമ്പോൾ സ്തോത്രം ദൈവം നിന്നെയും നിന്റെ സന്തതിയെ മാനിക്കുന്നു. ഉദാഹരണം എനിക്ക് ഈ സ്തോത്രം ഇതുപോലെയുള്ള സെഷൻ ബ്രദർ DGS ദിനകരൻ അവരെ കുറിച്ച് മെൻഷൻ ചെയ്യാതെ നിർത്തുവാൻ കൊണ്ട് കഴിയത്തില്ല. സാധാ ക്ലർക്കായി ഒരു ബാങ്കിൽ കയറിയതായ മനുഷ്യൻ ദൈവത്തെ മാനിച്ചു. ദൈവത്തെ മാനിച്ചു. പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ ദൈവത്തെ മാനിച്ചു. പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ ദൈവത്തെ മാനിച്ചു. ബാങ്ക് മാനേജറായി തീർന്നു. സ്തോത്രം. ജില്ലയുടെ അധിപതി ആയി തീർന്നു.
സംസ്ഥാനത്തിൻ്റെ ബാങ്ക് മാനേജറായി തീർന്നു. താൻ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത ഫുൾ ടൈം മിനിസ്ട്രിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ സ്തോത്രം അതേ അവസാന നാളുകളിലേക്ക് താൻ ഇറങ്ങുമ്പോൾ സ്തോത്രം തെക്കേ ഇന്ത്യയുടെ അതേ ബാങ്ക് മാനേജറായിട്ടാണ് അദ്ദേഹം സ്തോത്രം അതേ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തത്. തെക്കേ ഇന്ത്യയുടെ സ്തോത്രം ബാങ്ക് മാനേജറായി തീർന്നില്ല. സ്തോത്രം അതേ ബിൽ ക്ലിന്റൺ, മോണിക്ക ലെവിൻസ്കി അതേ ഇഷ്യൂവിൽ അമേരിക്ക മുഴുവൻ നാറി നിൽക്കുമ്പോൾ റൊണാൾഡ് റേഗൻ ഓഫീസിൽ വെച്ച് പുറമേ ഉള്ള കോട്ട് പോലും മാറ്റത്തില്ല. സപ്പോസ് രാഷ്ട്രീയം പറയാൻ പാടില്ലാത്തതാ. സ്തോത്രം, റൊണാൾഡ് റേഗൻ കോട്ട് പോലും മാറ്റത്തില്ല. പക്ഷേ ബിൽ ക്ലിന്റൺ ഡാഷ് എന്ന് പറഞ്ഞ് അമേരിക്ക മുഴുവൻ നാറി നിൽക്കുന്നതായ സന്ദർഭത്തിൽ 1999 സ്തോത്രം ബെന്നിഹിൻ ക്രൂസേഡ് ടെന്നസി, ക്ലീവ്ലാൻഡ് ടെന്നസിയിൽ വെച്ച് നടക്കുകയാണ്. ഞാനത് സ്തോത്രം അതേ മറ്റൊരു രാജ്യത്തിൽ വെച്ച് എൻ്റെ ലൈവ് കണ്ടതാണ്. ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. ക്ലീവ്ലാൻഡ് ടെന്നസിയിൽ വെച്ച് ബെന്നിഹിൻ ക്രൂസേഡ് നടക്കുക. 35,000 പേരുണ്ട്. ബെന്നിഹിൻ എന്ന അവിടെയുണ്ട്. സ്തോത്രം അതേ അമേരിക്കൻ ഐക്യനാടിൽ 100 കണക്കിന് ദൈവദാസന്മാരുണ്ട്. കെന്നത്ത് കോപ്ലൻഡ് ആണോ അല്ലെങ്കിൽ ജോൺ ഓസ്റ്റിൻ ആണോ? അന്ന് ജോൺ ഓസ്റ്റിൻ ആണോ? നിങ്ങൾ പേര് പറ. 100 കണക്കിന് ദൈവദാസന്മാരുണ്ട്. അവർക്കാർക്കും വെളിപ്പെടാത്ത ദൂത് സൊറണ്ടായി എന്ന് പറയുന്ന സൊറണ്ടായി തിരുനെൽവേലി ജില്ലയുടെ ഒരു ചെറിയ മുള്ളുംകാട്, ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ആ മുള്ളുംകാട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ദൈവത്തെ മാനിച്ച് അഭിഷിക്തന്റെ ഒരേ ഒരു ജോലി മനുഷ്യന്റെ പ്രീതിയല്ല. അവരെന്ത് പറയുന്നു? മറ്റവരെന്ത് പറയുന്നു? നോ, സ്റ്റോപ്പ് ഇറ്റ്. ലോകത്തിന്റെ റേഡിയോ ഓഫ് ചെയ്യ്, സ്വർഗത്തിന്റെ റേഡിയോ ഓൺ ചെയ്യ്. ലോകത്തിന്റെ റേഡിയോ ഓഫ് ചെയ്യ്, സ്വർഗത്തിന്റെ റേഡിയോ ഓൺ ചെയ്യ്. ദൈവത്തെ മാനിച്ച് അവസാനം ബെന്നിഹിൻ ക്രൂസേഡിന് അദ്ദേഹം കയറി നിൽക്കുമ്പോൾ പാസ്റ്റർ ബെന്നിഹിൻ ചോദിച്ചു, സ്തോത്രം ബ്രദർ ദിനാകാരൻ, അദ്ദേഹത്തിന്റെ അമേരിക്കൻ ആക്സിഡന്റ് ആണ്. ഓ ബ്രദർ ദിനാകരൻ, യു റിസീവ്ഡ് എ വേർഡ് ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയെ കുറിച്ച് ദൈവം നിങ്ങൾക്കൊരു ദൂത് തന്നിരിക്കുന്നു. ബ്രദർ ദിനകരൻ വന്നിട്ട് പറഞ്ഞു, യെസ്, ഐ റിസീവ്ഡ് എ വേർഡ് ഫ്രം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടോൾഡ് മീ ദ നെക്സ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, he will be a born again person and he will be clean up everything. The next president of United States of America, he will be a born again person and he will clean up everything. What up do the അടുത്ത പ്രസിഡന്റ്, സ്തോത്രം അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലായിരിക്കും. അദ്ദേഹം സകലം ക്ലീൻ ചെയ്യും. ജോർജ് വാക്കർ ബുഷിലൂടെ ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം അതേ നമ്മളത് കണ്ടു. ഡെമോക്രാറ്റുകാരും മാറ്റല്ല. ഞാൻ പ്രസംഗിക്കുന്നത് രാഷ്ട്രീയമല്ല, സുവിശേഷം അത്രേ. സ്തോത്രം അതേ ഏതാണ്ട് കുഗ്രാമത്തിൽ മുൾക്കാട് പറയുന്ന തമിഴ്നാട്ടിൻ്റെ കുഗ്രാമത്തിൽ കിടന്നവനെ വൈറ്റ് ഹൗസിനെ തൊടുന്ന ക്രമത്തിൽ ദൂത് പറവാൻ ദൈവം ഒരുക്കിയെങ്കിൽ അഭിഷിക്തന്മാർ മാനിച്ചാട്. യേശുവിൻ്റെ നാമത്തിൽ മലയാളിയെ അഭിഷിക്തനെ കാലുവാരല്, അഭിഷിക്തനെ മാനിച്ചാട്ടെ. സ്വതന്ത്ര രാജാവിനെ അകറ്റി നിർത്ത്. ബിസിനസ് പറയുന്ന ബുദ്ധിയുടെ സ്ട്രാറ്റജി പറയുന്ന, അടവ് പറയുന്ന, തന്ത്രം മെനയുന്ന സ്വതരാജാവെ വിട്ടുപോ. ശാലേം രാജാവെ വെൾക്ക്. ശാലേം രാജാവായ സ്തോത്രം അതേ ശാലേം രാജാവായ മൽക്കീശേദെക്കിന് അബ്രഹാം സ്തോത്രം അതേ ദേശാംശം കൊടുത്തു. അഭിഷിക്തനെ മാനിച്ചു നോക്ക്. ദൈവത്തിന്റെ കൃപയാൽ നീ മാനിക്കപ്പെടും. ആരെയോ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, സ്തോത്രം ഇന്ന് കാണാത്ത മണ്ഡലത്തിൽ എങ്ങാണ്ട് ഒതുങ്ങി കിടക്കുന്ന പലരും പ്രസിദ്ധരാകുവാൻ വേണ്ടി പോകുന്നു. നിനക്ക് പ്രസിദ്ധിയല്ല നീ ചോദിക്കുന്നത്, പ്ലാറ്റ്ഫോം അല്ല നീ ചോദിക്കുന്നത്. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ പിൻനിരയിൽ കിടക്കുന്ന നിന്നെ ഇന്ത്യൻ ചർച്ചിന്റെ റെപ്രസെന്റേറ്റീവായി, ഇന്ത്യൻ ചർച്ചിന്റെ പ്രതിനിധിയായി, ഭാഷകളെ പ്രതിനിധീകരിക്കുന്നവനായി, സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നവനായി ആർക്ക് വേണം? യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രൊമോഷന്റെ കാലത്താണ് ദൈവത്തിന്റെ കൃപയാൽ നീ ജീവിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുകയല്ല, ഈ അന്തരീക്ഷം മുഴുവൻ പ്രവചന ശബ്ദത്തിന്റെ ചിറകടി ശബ്ദം ദൈവത്തിന്റെ കൃപയാൽ ഞാൻ കേൾക്കുന്നു. കോവിഡ് വന്നത് തിന്മയ്ക്കല്ല, നിനക്ക് വേണ്ടിയാണ്, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. There is a shift is happening. ഈ പെന്തക്കോസ്റ്റൽ സൺഡേയിൽ there is a shift is happening in Jesus name. നിന്നെ അറിയാതെ വണ്ണ് സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ മാറ്റുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 6:1 മുതൽ 6 വരെ ഊണുമേശയിൽ സ്തോത്രം തീന്മേശയിൽ ആഹാരം വിളമ്പുവാൻ സ്തെഫാനോസിനെ ഫിലിപ്പിനെയൊക്കെ തിരഞ്ഞെടുത്തു. കാണാത്ത മണ്ഡലത്തിൽ ആഹാരം മെനയുവാൻ,
ആഹാരം വിളമ്പുവാൻ. ഫിലിപ്പോസേ അവിടെ നിന്നാൽ മതി, അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തി. പക്ഷേ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു. ഓ, ചുറ്റും നിൽക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഒരു മാറ്റം ഉണ്ടാകുകയാണ്, ഒരു സർപ്രൈസ് ഉണ്ടാകുകയാണ്, ഒരു പോസിറ്റീവ് മാറ്റം ഉണ്ടാകുകയാണ്. അഭിഷേകം പോസിറ്റീവ് മാറ്റം കൊണ്ടുവരികയാണ്. ദുഷ്ട മനുഷ്യൻ നെഗറ്റീവ് മാറ്റം കൊണ്ടുവന്നെങ്കിൽ, ദുഷ്ടനായ സാത്താൻ നെഗറ്റീവ് മാറ്റം കൊണ്ടുവന്നെങ്കിൽ, get ready. ഒരുങ്ങിക്കോ. ഒരു പോസിറ്റീവ് മാറ്റത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. ൂണുമേശയിൽ നിന്നതായ സ്തോത്രം. അതേ ഫിലിപ്പോസ് ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ടു. വേദപുസ്തകം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഇതാ സ്തോത്രം. അതേ ശമരിയ മുഴുവൻ പ്രസംഗിച്ചു. ശമരിയ മുഴുവൻ ഫിലിപ്പോസിലൂടെ അതേ സ്തോത്രം ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. Then there was a great joy in that city of Samaria. ഓ, പട്ടണത്തിൽ മുഴുവൻ ഒരു സ്തോത്രം സന്തോഷമുണ്ടായി. Then there was a great joy in that city. പട്ടണം മുഴുവൻ, അപ്പോസ്തല പ്രവൃത്തി 8:8, പട്ടണം മുഴുവൻ സന്തോഷിച്ചു. കേരളമേ കേൾക്ക്, ഇന്ത്യയെ കേൾക്ക്, ബാംഗ്ലൂര്, ഹൈദരാബാദ്, ഓ ജയ്പൂര്, അഹമ്മദാബാദ്, ഡൽഹി, ബോംബെ, കൽക്കട്ട കേൾക്ക്. പട്ടണത്തിൽ കുറച്ചു പേർക്ക് സന്തോഷമെന്നല്ല, പട്ടണത്തിലെ സന്തോഷം ഉണ്ടായി. ഓ, യേശുവിന്റെ നാമത്തിൽ ഈ അന്ത്യകാലത്ത് പട്ടണത്തിൽ ഒരു സഭയല്ല, ബാക്കി പറ, പട്ടണത്തിൽ ഒരു സഭയല്ല. ഓ, പട്ടണമേ സഭയായി തീരുവാൻ പോകുന്നു. അതായിരുന്നു സ്തോത്രം ഫിലിപ്പോസ്. ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. മനുഷ്യൻ എങ്ങാണ്ട് നിർത്തി, ദൈവം അവനെ പട്ടണങ്ങളെ മാറ്റുന്നവനായി നിർത്തി. തിരികെ കടന്നു വന്നപ്പോൾ വേദപുസ്തകം പറയുന്നു 21-ാം അധ്യായം 9-ാം വാക്യം, ഫിലിപ്പോസിന് 4 പിള്ളേരുണ്ടായിരുന്നു. തമ്മിൽ തല്ലുന്ന പിള്ളേരല്ല, ലോകത്തിന്റെ വഴിക്ക് ജീവിക്കുന്ന പിള്ളേരല്ല. അപ്പൻ സുവിശേഷകനെങ്കിൽ മക്കൾ പ്രവചിച്ചു നടന്നു. 4 മക്കൾ പ്രവചിച്ചു. ആ പിള്ളേരെ നോക്കി പറ, ആ കൊച്ചുമക്കളെ നോക്കി പറ, പ്രവചിക്ക്. ഇന്ന് പകൽ പറ്റിയ നേരമാണ്, ഇന്ന് പകൽ പറ്റിയ അഭിഷേകമാണ്, ഇന്ന് പകൽ പറ്റിയ അതേ അന്തരീക്ഷം സ്തോത്രം നിന്റെ വീട്ടിൽ ദൈവം നൽകിയിരിക്കുന്നു. പ്രവചനാത്മാവിന്റെ പുതപ്പിനെ ആ വീട്ടിൽ ദൈവമായ കർത്താവ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. സ്തോത്രം, നിന്റെ മക്കൾ പ്രവചിക്കട്ടെ ഇൻ ജീസസ് നെയിം. സ്തോത്രം, ദൈവത്തെ നീ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കുക. അടുത്തിരിക്കുന്നു നോക്കി പറഞ്ഞാട്ടെ, ദൈവത്തെ മാനിച്ചാൽ ദൈവത്തിന്റെ മാനിച്ചാൽ അഗ്നിമേഘ തൂണുകളാൽ അടിയാനെയും നടത്തി എന്ന് പാടുകയല്ല, നഗ്നം നേത്രം കൊണ്ട് കാണത്തക്ക ക്രമത്തിൽ അഗ്നിമേഘ തൂണുകൾ നിന്റെ ആത്മമണ്ഡലത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ലോകം കാണും. ശലോമോൻ ദൈവത്തെ മാനിച്ച ഒരു കാലമുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ഇതാ ശലോമോൻ ആലയത്തിൽ മേഘം, ദൈവ സാന്നിധ്യം, ദൈവ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. മേലത്തെ ദൈവത്തെ മാനിച്ചാൽ താഴെ ഭൂമിയിൽ ദൈവം നിന്നെ മാനിക്കും. ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിച്ചാൽ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളതായ ദൂത്, ഇന്റർനാഷണൽ ബ്ലെസ്സിങ് നിന്റെ മേൽ വരുമെന്നല്ല. ദുബായിൽ നിന്നോ, സ്തോത്രം, അതേ കുവൈറ്റിൽ നിന്നോ, അല്ലെങ്കിൽ ഒമാനിൽ നിന്നോ, ശ്രീലങ്കയിൽ നിന്നോ ഇന്റർനാഷണൽ ബ്ലെസ്സിങ് വരുമെന്നല്ല. എൻ്റെ പുസ്തകം പറയുന്നു, ബൈബിൾ പറയുന്നു, ഇന്റർ കോണ്ടിനെന്റൽ ബ്ലെസ്സിങ് ദൈവത്തെ മാനിച്ചവനെ തേടി കടന്നു വരികയാണ്. ഇന്റർനാഷണൽ അല്ല, ആർക്കും വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാ. സ്തോത്രം, അത് ഇന്റർനാഷണൽ അല്ല, ഇന്റർ കോണ്ടിനെന്റൽ അന്തർഭൂഖണ്ഡത്തിന്റെ അനുഗ്രഹം. സ്തോത്രം, അന്തർഭൂഖണ്ഡത്തിന്റെ അനുഗ്രഹം ഇതാ ശലോമോനെ തേടി കടന്നു വരികയാണ്. ബ്രദർ സുരേഷ് ബാബു എങ്ങനെ പറയാൻ കഴിയും? ഈ ദൂതുകളുടെ ഓരോ സെന്റൻസും ഓരോ റെഫറൻസ് ആണ്. 200 റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഈ 4 പേജ് എനിക്ക് പകൽക്കാലം പറഞ്ഞു തീർത്തുവാൻ കഴിയത്തുള്ളൂ. ഇന്റർ കോണ്ടിനെന്റൽ ബ്ലെസ്സിംഗ്. How can you say that? First King chapter 10 verse 1 verse the Bible says Queen Sheba is coming from Africa. Queen Sheba is coming from Africa. Oh, hallelujah. Oh, and the Bible says Solomon was full of his splendorous glory. Solomon ദൈവത്തിന്റെ മഹത്വത്തിൽ യെരൂശലേമിലായിരിക്കുമ്പോൾ ആഫ്രിക്കയുടെ അനുഗ്രഹം വരികയാണ്. അടുത്ത ഭൂഖണ്ഡത്തിൽ നിന്ന് യൂറോപ്പിന്റെ രാജാക്കന്മാർ ക്യൂ നിൽക്കുകയാണ്. ഏഷ്യയിൽ നിന്നും നന്മ കടന്നു പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാണ്, നീ ഭൂഖണ്ഡങ്ങൾക്ക് അനുഗ്രഹമാണ്. ഓ ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
കൈയടിക്കുന്ന നേരെ കൈയടിക്ക. ദൈവം നിന്നെ മാനിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദൈവം നിന്നെ മാനിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദൈവം നിന്റെ മക്കളെയും മാനിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ God is going to give you a surprise blessing. ദൈവം ഒരു സർപ്രൈസ് തരാൻ പോവാ. ഓ ഹല്ലേലൂയ. ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് 4 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവം നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ബ്ലെസ്സിംഗ് തരാൻ പോവാ. ദൈവം നിങ്ങൾക്ക് 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 സർപ്രൈസ് തരാൻ പോവാ. സർപ്രൈസ് ബ്ലെസ്സിംഗ് ദൈവം നിങ്ങൾക്ക് തരാൻ പോവാ. ഇൻ ജീസസ് നെയിം. അഭിഷേകം അഭിഷേകം അഭിഷേകം. കം ഓൺ, വായു തുറന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതേ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ കടന്നു വന്നാൽ you will be a new man, 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 you will be a new boy, you will be a new pastor, you will be a new girl, you will be a new something new, something new, something new. ഇന്ന് പകൽ സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ എന്തോ പുതിയത് നിന്നിൽ സംജാതമാകുകയാണ്. എന്തോ പുതിയത്. എത്ര പേർ വിശ്വസിക്കും? എന്തോ പുതിയത്. വേദപുസ്തകം പറയുന്ന 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം, സ്തോത്രം, കീശിന്റെ മകനാകുന്ന ശൗലിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം കടന്നു വന്ന്, ഓ സ്തോത്രം, ദൈവത്തിന്റെ അഭിഷേകം കടന്നു വന്നപ്പോൾ 1 ശമൂവേൽ 10:6 യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നിട്ട്, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ, ശമൂവേൽ പറയാം, നിന്റെ മേൽ വന്നിട്ട്, ഓ നീയും അവരോട് കൂടെ പ്രവചിക്കുക, ആൾ മാറിയതുപോലെ ആയി തീരുകയും ചെയ്യുക. ആൾ മാറിയതുപോലെ നീ ആയി തീരുകയും ചെയ്യുക. പ്രവാചകന്മാരുടെ കൂടെ നീ ഒന്ന് കയറി നിന്നാൽ നിന്റെ സർക്കിൾ മാറിയാൽ നിന്റെ ജീവിതം മാറി. നിന്റെ സർക്കിൾ മാറിയാൽ നിന്റെ ജീവിതം മാറി. ജഡം പറയുന്നവരല്ല, പൊളിറ്റിക്സ് പറയുന്നവരല്ല, ലോകം പറയുന്നവരല്ല, സാഹചര്യം പറയുന്നവരല്ല, അതേ സ്തോത്രം, കോവിഡിന്റെ റൂട്ട് മാപ്പ് നോക്കുന്നവരല്ല. പകരം ഇൻ ജീസസ് നെയിം പ്രവാചകന്മാരുടെ ഇടയിൽ ഒരു രാജാവ് കയറി നിന്നപ്പോ, ഓ പ്രവാചകന്മാരുടെ നടുവിൽ ഒരു രാജാവ് ഇറങ്ങി നിന്നപ്പോ, മനസ്സിലാക്കുന്നു, പ്രവാചകന്മാരുടെ നടുവിൽ ഒരു രാജാവ് ഇറങ്ങി നിന്നപ്പോ ആ പ്രവാചകനും പ്രവചിപ്പാൻ തുടങ്ങി. പ്രവാചകൻ പ്രവചിക്കേണ്ട ആവശ്യമില്ല, പ്രവാചകൻ പ്രവചിക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്തോത്രം, രാജാവ് പ്രവചിക്കേണ്ട കാര്യമില്ല, രാജാവ് പ്രവചിക്കേണ്ട കാര്യമില്ല, രാജാവ് പ്രവചിക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്തോത്രം, അതേ വേണ്ട എന്ന് പറഞ്ഞതുപോലും, മാൻഡേറ്ററി അല്ലാത്തതുപോലും, നിർബന്ധമല്ലാത്തതുപോലും കർത്താവ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, സംതിങ് എക്സ്ട്രാ ദൈവം നിനക്ക് നൽകാൻ പോവാ. സംതിങ് എക്സ്ട്രാ. രാജാവേ, നിനക്ക് സിംഹാസനം മതി, നിനക്ക് കിരീടം മതി, നിനക്ക് ചെങ്കോൽ മതി, നീ പ്രവചിക്കേണ്ട കാര്യമില്ല. എന്നാൽ തമ്പുരാൻ പറയുന്നു, നീ എന്നെ മാനിക്കുന്നത് കൊണ്ട്, നീ അഭിഷേകം ചുമന്നത് കൊണ്ട്, നിന്റെ സർക്കിൾ വേറെ ആയതുകൊണ്ട് നിന്റെ ഫ്രണ്ട്സ് മാറുകയാണ്. റോങ് ഫ്രണ്ട്സിനെ നീ അകറ്റി നിർത്തുകയാണ്. റോങ് ഗേൾ ഫ്രണ്ടിനെ, റോങ് ബോയ് ഫ്രണ്ടിനെ, റോങ് അസോസിയേഷൻ നീ അകറ്റി നിർത്തുന്നു. നിന്റെ ചുറ്റും നിൽക്കുന്നത് പ്രവാചകന്മാരാണ്. വാ തുറന്നു വരുന്നത് പ്രവചനമാണ്. അതുകൊണ്ട് നിന്റെ നന്മ അവരിലേക്കും, അവരുടെ നന്മ നിന്നിലേക്കും, നിന്റെ നന്മ അവരിലേക്കും, അവരുടെ നന്മ നിന്നിലേക്കും. ഓ കം ഓൺ, നിന്റെ നന്മ അവരിലേക്കും, അവരുടെ നന്മ നിന്നിലേക്കും ഇന്ന് പകൽക്കാലം മുതൽ ഇംപാർട്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ജനം കണ്ടിട്ടില്ലാത്തത് കാണും. സ്തോത്രം, അതെ ഞങ്ങളുടെ രാജാവുണ്ടല്ലോ, ഓ സ്തോത്രം, അവൻ പ്രവചിക്ക്, അവൻ പുതിയൊരു മനുഷ്യനായി തീർന്നു. ആൾ മാറിയതുപോലെയായി തീർന്നു, ആൾ മാറിയതുപോലെയായി തീർന്നു, ആൾ മാറിയതുപോലെയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഞാൻ പഴയതുപോലെയല്ല. പറ, ഞാൻ പഴയതുപോലെയല്ല, ഞാൻ പഴയതുപോലെയല്ല, ഞാൻ പഴയതുപോലെയല്ല. കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഞാൻ പഴയതുപോലെയല്ല. ഓ പഴയ സ്കെയിലും കൊണ്ട് വരല്ലേ, പഴയ തുലാസം കൊണ്ട് നടക്കല്ലേ, പഴയ തുലാസം മടക്കി സ്റ്റോർ റൂമിൽ വെച്ചേരെ, പഴയ സ്കെയില് ഒടിച്ചു കളഞ്ഞേരെ. ഞാൻ പഴയതുപോലെയല്ല. പുതിയ ബലം, പുതിയ ശക്തി, പുതിയ ബലം, പുതിയ ശക്തി, പുതിയ ദർശനം, പുതിയ വചനം, പുതിയ എണ്ണ, പുതിയ പാട്ട്. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് നൽകി. ഓ ഹല്ലേലൂയ. ഓ എഴുന്നേറ്റ് നിന്ന് ആരാധിക്ക് യേശുവിന്റെ നാമത്തിൽ. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് നൽകി. ആൾ മാറിയതുപോലെ, ആൾ മാറിയതുപോലെ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്ന ഇന്ന് പകൽക്കാലം യങ്സ്റ്റേഴ്സ്, ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, പുതിയ അപ്പോയിന്റ്മെന്റുകളിലേക്ക് ദൈവം നിങ്ങളെ കയറ്റുകയാണ്. പുതിയ സ്ഥാനങ്ങളിൽ ദൈവം നിങ്ങളെ കയറ്റുകയാണ്. പുതിയ
പുതിയ കമ്പനികൾ ദൈവം നിന്നെ കയറ്റിയിരുത്തുന്നു. പുതിയ പൊസിഷൻസ്, പുതിയ പദവികള്, പുതിയ ഡെസിഗ്നേഷന്. വേക്കൻസി ഇല്ല എന്ന് മാഡം പറഞ്ഞെങ്കിൽ, വേക്കൻസി ഇല്ല എന്ന് വെബ്സൈറ്റ് പറഞ്ഞെങ്കിൽ, വേക്കൻസി ഇല്ല എന്ന് സാറ് പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവചനാത്മാവിൽ ഞാൻ നിന്നെ നോക്കി പറയുന്നു, ഇല്ലാത്ത വേക്കൻസി ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ആഹാ ആഹാ ആഹാ. ഇല്ലാത്ത വേക്കൻസി ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. ഇല്ലാത്ത വേക്കൻസി ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കുക. ഇല്ലാത്ത വഴികൾ ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കുക. പുതിയ മനുഷ്യൻ, നിന്റെ പാത പുതിയതാണ്. നിന്റെ പാതകൾ പുഷ്ടിപ്പടിക്കുന്നു. പുതിയ വാതിലുകൾ തുറക്കുന്നു. പുതിയ ഫ്രണ്ട്സ് കടന്നു വരുന്നു. പുതിയ അസോസിയേഷൻ ഉണ്ടാക്കുന്നു. പുതിയ നന്മകളും പുതിയ കരുതലുകളും യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുകയാണ്. ഇൻ ജീസസ് നെയിം. പഴയ അന്യഭാഷ നിർത്ത്, വിളിച്ചു പറ പുതിയത്. പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പുതിയത് സംഭവിക്കുകയാണ്. പുതിയത് സംഭവിക്കുന്ന പുതിയത് സംഭവിപ്പാൻ നിന്റെ താഴ്വരയിൽ ഒരു ചലനം, നിന്റെ താഴ്വരയുടെ ഒരു ചലനം. നിന്റെ പഴയ താഴ്വരയിൽ പഴയ അസ്ഥികളിൽ പുതിയൊരു ചലനം. ആർക്കൊക്കെ വേണം? പഴയ അസ്ഥികളിൽ പുതിയൊരു ചലനം. അസ്ഥിയോട് ചേരുന്നു. പ്രവചിച്ചു തുടങ്ങ്. അസ്ഥിയോട് ചേരുന്നു. മാംസം കടന്നു വരുന്നു. ഞരമ്പുണ്ടാകുന്നു. തൊക്കുകൊണ്ട് പൊതിക്കുന്നു. കാറ്റ് വീശുന്ന കുടുംബങ്ങളെ, നിന്റെ താഴ്വരയിൽ ചലനം. നിന്റെ ജീവിതത്തിന്റെ താഴ്വരയിൽ ചലനം. Something new. Let the army come forth in Jesus name. ദൈവത്തിന്റെ സൈന്യം എഴുന്നേൽക്കട്ടെ. New man, new woman, new home, new church, new vision, new anointing. Come on, നിങ്ങൾ ആരാധിക്കുക. എന്റെ ശബ്ദം കേൾക്കത്തില്ല. നിങ്ങൾ ആരാധിക്കുക. അഭിഷേകം അഡ്വാൻസ്. മുന്നേറട്ടെ. സംതിങ് എക്സ്ട്രാ. ആ സാറത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ കർത്താവ് ആ അഭിഷിക്തനെ കൊണ്ട് അതും കൂടെ ചെയ്യിപ്പിക്കുകയാണ്. നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാത്തതാ, പക്ഷെ അതും കൂടെ ചെയ്യുവാൻ ദൈവം നിനക്ക് പ്രാഗൽഭ്യം നൽകുകയാണ്. നീ അത് തീരുമാനിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവരും കൂടെ നിന്റെ അടുക്കൽ കൗൺസിലിംഗ് ചോദിപ്പാൻ വേണ്ടി കടന്നു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ സംതിങ് എക്സ്ട്രാ. രാജാവ് പ്രവചിച്ചു, എക്സ്ട്രാ. യേശുവിന്റെ നാമത്തിൽ നീ അല്ല അധ്വാനിക്കുന്നത്, നിന്നിലുള്ള ദൈവകൃപ. പുതിയ ഹൃദയം, പുതിയ ദർശനങ്ങൾ പ്രാപിക്കുക. പുതിയ മനുഷ്യൻ, പുതിയ സ്ത്രീ, പുതിയ ശക്തി, പുതിയ നിലവാരങ്ങൾ, പുതിയ മേഖലകൾ, പുതിയ മണ്ഡലങ്ങൾ വെളിപ്പെടട്ടെ. തീർന്നില്ല. അഭിഷിക്തനാണോ? നിങ്ങളിൽ പുതിയ നിയോഗങ്ങൾ വെളിപ്പെടും. Empowering you for new assignments. Empowerment for assignments. പുതിയ കാര്യങ്ങൾക്കായി ദൈവം നിന്നെ നിയോഗിക്കുന്നു.
പുതിയ കാര്യങ്ങൾക്കായി ദൈവം നിന്നെ നിയോഗിക്കും. നിന്റെ ബോസ് കൊള്ളത്തില്ല, മാറിയേക്ക എന്ന് പറഞ്ഞെങ്കിൽ, മറ്റുള്ളവർ പുറം കൈ കൊണ്ട് തട്ടിമാറ്റിയെങ്കിൽ, അത് അത്രത്തോളം അപ്രോപ്രിയേറ്റ് അല്ല എന്ന് കഴിഞ്ഞ മാസങ്ങളിൽ നീ കേട്ടെങ്കിൽ, കഴിഞ്ഞ നാളുകൾ അത് അത്രത്തോളം അപ്രോപ്രിയേറ്റ് അല്ല എന്ന് കേട്ടെങ്കിൽ, അത് അത്രത്തോളം ശരിയാകത്തില്ലെന്ന് കേൾക്കത്തില്ലെങ്കിൽ, നിന്നെ തന്നെ, ആ അഭിപ്രായം പറഞ്ഞ നിന്നെ തന്നെ അവർ വീണ്ടും വിളിക്കാൻ പോകുകയാണ്. നിന്നെ തന്നെ അവർ വീണ്ടും വിളിക്കുവാൻ വേണ്ടി പോകുന്നു. ചില പുതിയ നിയോഗങ്ങൾ കടന്നു വരുന്നു. ഏറ്റെടുക്ക. പുതിയ നിയോഗങ്ങൾ, പുതിയ സ്ഥാനങ്ങളിലേക്ക്, പുതിയ സ്ഥലങ്ങളിലേക്ക്, സഭയുടെ പുതിയ ശുശ്രൂഷകൾക്ക് വേണ്ടി പുതിയ നിയോഗങ്ങൾ കടന്നു വരുന്നു. ശക്തിയോടെ പുതിയ പുതിയ നിയോഗങ്ങൾ. അത് ചെറുതല്ല, വലുത് വലുത് വലുത്. ഈ വലിയ നിയോഗമുള്ളത് കൊണ്ടാണ് നിന്റെ വഴിയിൽ വലിയ വെല്ലുവിളികൾ നിനക്കെതിരെ ഉയർന്നത്. വലിയ നിയോഗത്തിൽ നീ എത്തിച്ചേരാതിരിക്കാൻ വലിയ നിയോഗത്തിനെതിരെ ഉയർന്ന വലിയ വെല്ലുവിളികൾ. തലങ്ങും വിലങ്ങും നിന്ന് കല്ലെറിയ, തലങ്ങും വിലങ്ങും നിന്ന് കല്ലെറിയടോ, തലങ്ങും വിലങ്ങും നിന്ന് കല്ലെറിയ. ചത്തു ചത്തു മരിച്ചു എന്ന് പറഞ്ഞ് എഫെസോസിന്റെ തെരുവിലൂടെ അവനെ വലിച്ച ചണ്ടിക്കൂമ്പാരങ്ങൾ ഇടുന്ന എന്ന് പറഞ്ഞാൽ പട്ടണത്തിന്റെ വേസ്റ്റ് ഇടുന്ന വേസ്റ്റ് ബോക്സിന് അരികിലേക്ക് വലിച്ചിട്ടു. പട്ടണത്തിന്റെ വേസ്റ്റ് ഇടുന്ന ചണ്ടിക്കൂമ്പാരങ്ങൾ ഇടുന്ന സ്ഥലത്തേക്ക് പൗലോസിനെ കല്ലെറിഞ്ഞ് തകർത്ത് അവനെ വലിച്ചിട്ടു. ഭയങ്കര വെല്ലുവിളി. വലിയ വെല്ലുവിളി നിന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കട്ടെ. വലിയ നിയോഗങ്ങൾ നിന്റെ മുൻപിലുണ്ട്. നിയോഗമുള്ളവർ ആരാധിക്കട്ടെ. ബാക്കിയുള്ളവർ വെറുതെ നിൽക്കട്ടെ. ആരെങ്കിലും വെറുതെ നിൽക്കുന്നെങ്കിൽ സ്തോത്രം. അധികം നിയോഗമില്ലാത്തവരാണ്. നിയോഗമുള്ളവർ ആരാധിക്ക. കല്ലേറുണ്ട്. ആ കല്ലേറിൽ ഒറ്റയെണ്ണം രക്ഷപ്പെട്ടിട്ടില്ല. ആ കല്ലേറ് കിട്ടിട്ടുള്ള എല്ലാവരും ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നിയോഗമുള്ളവൻ എഴുന്നേറ്റു. നിയോഗമുള്ളവർ എഴുന്നേൽക്കട്ടെ. വെല്ലുവിളികളെ തകർത്ത യേശുവിന്റെ നാമത്തിൽ നിയോഗമുള്ളവർ എഴുന്നേൽക്കട്ടെ. നിയോഗമുള്ളവന് കപ്പൽ ചെയ്ത ടൈറ്റാനിക് മുങ്ങി. 1500-ലധികം ആൾക്കാർ മരിച്ചെന്നാ പറയുന്നത്. കപ്പൽ മുങ്ങി. പക്ഷെ പൗലൂസിന്റെ കപ്പൽ ഉണ്ടായിരുന്ന ഒറ്റയെണ്ണം മരിച്ചില്ല. ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന 1500-ലധികം പേർ മരിച്ചു. പൗലൂസിന്റെ കൂടെ കപ്പലിലുണ്ടായിരുന്ന 270-ലധികം പേർ, ഐ തിങ്ക് 276 ഓർ സംതിങ്. സ്തോത്രം. അപ്പോസ്തലർ 28 വായിച്ചു നോക്ക്. അതേ വേദപുസ്തകം പറയുന്നു. സ്തോത്രം. പൗലൂസിനോട് കൂടെ ആ കപ്പലിലുണ്ടായിരുന്നതായ സ്തോത്രം ഒറ്റയെണ്ണം പോലും മരിച്ചില്ല. നിയോഗമുള്ളവൻ ഇരുന്ന കപ്പൽ മുങ്ങി. പക്ഷെ ഒരു പല കഷ്ണവുമായി അവൻ പൊങ്ങി. ഒരു പല കഷ്ണമുണ്ട്. കാണുന്ന മണ്ഡലത്തിലെല്ലാം പോയാലും ഒരു പലക എത്തേണ്ട സ്ഥാനത്ത് നിന്നെ എത്തിക്കുക. ഒരു കുഞ്ഞു പലക യഹോവ ഇരേ, ഒരു കുഞ്ഞു പലക നിനക്കായി അവൻ ഇട്ടിട്ടുണ്ട്. കപ്പൽ മുങ്ങുമ്പോഴും ഒരു പലക കീറി വരുന്ന ശബ്ദം ഇന്ന് പകൽക്കാലം ജനം കേൾക്കട്ടെ. തീർന്നില്ല. നിയോഗമുള്ളവന് കല്ലേറുണ്ട്, കപ്പൽ ചെയ്തമുണ്ട്. അഭിഷിക്തനാണ്. നിന്നോടല്ല പോരാട്ടം. നിനക്കെതിരെ നീ ചെയ്യാൻ പോകുന്ന നിയോഗത്താണ് അവിടെ പോരാട്ടം. വേദപുസ്തകം പറയുന്നു. സ്തോത്രം. അതേ കല്ലേറ് പുള്ളിയെ തടയാൻ പറ്റിയില്ല. കപ്പൽ ചെയ്തം പുള്ളിയെ തടയാൻ പറ്റിയില്ല. സ്നേക്ക് ബൈറ്റ്. മൂന്നാമതായി പാമ്പ് കടിച്ചു. ഇന്ന് പകൽക്കാലം എല്ലാവരും ആ രണ്ട് കൈ ഒന്ന് കുടഞ്ഞാട്ടെ. ആ രണ്ട് കൈയെ കുടഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞു കളയാണ്. ആ പാമ്പിനെ കുടഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞുകളാ. ആ തീയിൽ പാമ്പ് ചാകട്ടെ. നിയോഗമുള്ളവൻ ജീവിക്കട്ടെ. പാമ്പ് ചത്തു. സൺഡേ പാമ്പ് ചത്തു. നിയോഗമുള്ളവൻ മുന്നേറുകയാണ്. ദൂത്. എന്തൊക്കെ കുറവുകൾ നിനക്കുണ്ടെങ്കിലും, എത്ര കല്ലേറുണ്ടെങ്കിലും, എത്ര കപ്പൽ ഛേദമുണ്ടെങ്കിലും, എത്ര പാമ്പ് കടിയേറ്റാല് നിയോഗമുള്ള നിന്നെ തടയുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് is empowering you for your assignment. പരിശുദ്ധാത്മാവ് ദൈവിക നിയോഗങ്ങൾക്കായി നിന്നെ ഇതാ ബലപ്പെടുത്തുകയാണ്. അയ്യോ ബ്രദറെ, എന്നൊക്കെ കല്ലേറാണ് കുറവുകള്, എനിക്ക് കപ്പൽ ഛേദമാണ് കുറവുകൾ. നിനക്ക് എന്തൊക്കെ 1,000 കുറവുകളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടോ? എത്ര
എത്തേണ്ട സ്ഥാനത്ത് നീ എത്തും. മനുഷ്യനിടുന്ന എത്ര കുറവുകളുണ്ടെങ്കിലും എത്തേണ്ട സ്ഥാനത്ത് നീ എത്തും. ചരിത്രം മെനവാൻ ദൈവമക്കൾ മാത്രമല്ല ചരിത്രം മെനയുവാൻ ദൈവം കുറവുകളുള്ളവരെ ഉപയോഗിച്ചതായി കാണുവാൻ കഴിയും. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് ഉണ്ടാക്കിയ ഒരാളായിരുന്നു. സ്തോത്രം. ബെസ്റ്റ് മ്യൂസിക് ഉണ്ടാക്കിയ ആൾക്കാരിലായിരുന്നു ബിഥോവന്. സ്തോത്രം. സ്വന്തം മ്യൂസിക്കിനെ ആസ്വദിപ്പാൻ കേൾവി ശക്തി ഉണ്ടായിരുന്നില്ല. പാർഷ്യലി ഡെഫ് ആയിരുന്നു ബിഥോവൻ. ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് ഉണ്ടാക്കിയാൽ സ്വന്തം മ്യൂസിക്കിനെ ആസ്വദിപ്പാൻ കഴിവില്ല. സ്തോത്രം. താൻ ഡെഫായിരുന്നു. മൈക്കലാഞ്ചലോ ഏറ്റവും ബെസ്റ്റ് പെയിന്റർ ആയിരുന്നു. താൻ പലപ്പോഴും നിന്ന് മാത്രമല്ല പെയിന്റ് അടിച്ചത്, മേൽക്കൂരയിലൊക്കെ പെയിന്റ് ചെയ്യുമ്പോൾ റോമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കിടന്നിങ്ങനെ പെയിന്റ് അടിച്ചു. പലപ്പോഴും ആ പെയിന്റ് തൻ്റെ കണ്ണുകൾ വീണു, കിടന്നു പോലും പെയിന്റ് അടിച്ചു. പാർഷ്യലി ബ്ലൈൻഡ് ആയി പോയി. തൻ്റെ പെയിന്റിങ് ആസ്വദിപ്പാൻ തനിക്ക് കാഴ്ച ഉണ്ടായിരുന്നില്ല. ബിഥോവന് തൻ്റെ സംഗീതം കേൾപ്പാൻ ചെവി മന്ദമായിരുന്നു. മൈക്കലാഞ്ചലോയ്ക്ക് തൻ്റെ പെയിന്റിങ് ആസ്വദിപ്പാൻ സ്തോത്രം തനിക്ക് കാഴ്ച ഉണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന നല്ലൊരു സ്തോത്രം, അതേ ഗായകനുണ്ട്. സെക്കുലർ ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പാടിയിട്ടുള്ള Amazing Grace, how sweet the sound, beautiful man. സ്തോത്രം. ആൻഡ്രിയ ബൊസീലി കണ്ണ് കാണത്തില്ല. 12 വയസ്സ് മുതൽ ഗ്ലൂക്കോമയാണ്. ബ്യൂട്ടിഫുൾ ശബ്ദം. ഇറ്റലിയിൽ ആയിരക്കണക്കിന് ജനം മരിച്ചു വീഴുകയാണ് കൊറോണ കാലം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ്യിൽ സ്തോത്രം ഇറ്റലിയിൽ ആയിരങ്ങൾ മരിക്കുമ്പോൾ ഒരു കത്തീഡ്രലിന്റെ മുൻപിൽ താൻ കടന്നു വന്ന് സ്തോത്രം പാടുമ്പോ എനിക്ക് തോന്നി ഒരു 100 ദൂതന്മാർ കൂടെ പാടിക്കണം. Amazing Grace. സ്തോത്രം. ആൻഡ്രിയ ബൊസീലി പക്ഷേ സ്തോത്രം ബ്ലൈൻഡ് ആണ്. ചിലക്ക് കണ്ണ് കാണുന്നില്ല, പക്ഷെ തമ്പുരാൻ നല്ല ശബ്ദം കൊടുത്തു. ചിലക്ക് കണ്ണ് കാണത്തില്ല, കർത്താവ് നല്ല പെയിന്റിംഗ് ബ്രഷ് അവർക്ക് കൊടുത്തു. ചിലക്ക് ചെവി കേൾക്കത്തില്ല, തമ്പുരാൻ നല്ല മ്യൂസീഷ്യൻസ് ആക്കി. ഇന്ന് പകൽക്കാലം നിന്റെ ഒരു വശം പിശാച പൊളിച്ചിട്ടിരിക്കുകയല്ല, മറുവശത്ത് തമ്പുരാൻ പറയുന്നു ധൈര്യമായിരിക്കുക, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. യേശുവിന്റെ നാമത്തിൽ ആരുമില്ലെങ്കിലും സ്തോത്രം മതി. ആത്മാർത്ഥതയുള്ള ഒത്തേണമില്ലെങ്കിലും കമാൻ ദൈവം അനുകൂലം എങ്കിൽ പ്രതികൂലമാണ്. ദൈവം അനുകൂലമെങ്കിലും പ്രതികൂലമാരാക്ക. കല്ലേറിന്, കപ്പൽ ഛേദത്തിന്, പാമ്പ് കടിക്ക് നിർത്താൻ പറ്റില്ല. അവൻ എത്തേണ്ട സ്ഥലത്ത് റോമിലെത്തി അവൻ ചെയ്യേണ്ട കാര്യം ചെയ്തു എങ്കിൽ ശബത്ത് സ്തോത്രം. പെന്തക്കോസ്ത് സൺഡേ സീനായി മലയിൽ കർത്താവ് സീനായി മലയിൽ ചെങ്കടൽ ജനം കടന്ന് 50-ാം ദിനത്തിന് വചനവുമായി കർത്താവ് സീനായിൽ ഇറങ്ങി. ചെങ്കടൽ കടന്ന് 50-ാം ദിനത്തിൽ വചനവുമായി കർത്താവ് സീനായിൽ ഇറങ്ങി. കല്ലറയിൽ നിന്ന് ദൈവപുത്രനെ യേശു ഇറങ്ങി. 50-ാം ദിനത്തിൽ സിയോൻ മലയിൽ പരിശുദ്ധാത്മാവേ ഇറങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. കമാൺ, നൗ ഇറ്റ് ഈസ് യുവർ ടൈം. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കട്ടെ. പ്രാക്ടിക്കൽ ആരും ഈ ചാനലിന് പുറത്തു പോലെ യേശുവിന്റെ നാമത്തിൽ കമാൺ ഹല്ലേലൂയ. 2 മിനിറ്റ് എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ അന്യഭാഷകൾ സംസാരിച്ചാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ, ദൈവത്തിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ, ദൈവത്തിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ. ഇൻ ജീസസ് നെയിം ദൈവത്തിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ, ദൈവത്തിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ. ഓരോ പ്രിയപ്പെട്ടവരെ അഭിഷേകത്താൽ യെസ് 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 ശോഭസാർ പറ സ്തോത്രം. ശക്തിയോടെ 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 ദൈവത്തിന്റെ അഭിഷേകം ഈ ജനത്തിലേക്ക് വ്യാപരിക്കട്ടെ. അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞിനുമേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞിനുമേൽ കൈവച്ച മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക. ആ കുട്ടികൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. ആ കുട്ടികൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. യെസ്. ആ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അവർ സൗഖ്യമാകട്ടെ. ആ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ യേശുവിന്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. Now in Jesus name.
ശബ്ദമേറട്ടെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ആരാധിച്ചേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.